നുണയും പറയാമെന്നാണോ? അവര് പോട്ടെ. ഈ മതസംഘടനകളായ ആളുകൾ ഈ മതരാഷ്ട്രവാദ ജമാഅത്തെ ഇസ്ലാമിയുടെ മേലിൽ ആരോപിക്കുന്നതിന്റെ അടിത്തറ എന്താണ്? ഇവർ ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടാക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നു എന്നാ പറയുന്നത്. ഇസ്ലാമിൽ എന്തെങ്കിലും രാഷ്ട്രം ഉണ്ടായിക്കൂടെ? പ്രവാചകൻ സുൽത്താൻ നസീറ, എനിക്ക് അനുകൂലമായ ഒരു അധികാരം നീ നൽകണം, സഹായകമായ അധികാരം നൽകണമെന്ന് പ്രാർത്ഥിച്ചു. പ്രവാചകൻ ഭരണാധികാരിയായിരുന്നു. പ്രവാചകൻ മരിച്ചപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ആളുകൾ കൂടി തെരഞ്ഞെടുത്തത് മതനേതാവായിട്ടല്ല, ഭരണാധികാരിയായിട്ടാണ്. ഉമർ റളിയല്ലാഹു അൻഹു ഭരണാധികാരിയായിരുന്നു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഭരണാധികാരിയായിരുന്നു. അലി ഇബ്നു അബീ താലിബ് ഖിലാഫത്ത് പുനഃസ്ഥാപിക്കാൻ വിചാരിക്കുന്നു എന്നൊക്കെ CPM പറഞ്ഞു. ഖിലാഫത്ത് മോശം കാര്യമാണോ? മഹാനായ ഗാന്ധി പറയുകയാണ്, ഞാൻ ഇന്ത്യയിൽ ഉമറിന്റെ ഭരണം നടത്താനാണ് ആഗ്രഹിക്കുന്നത്. CPM അതിനെ പറ്റി അവകാശപ്പെടുന്ന കാര്യം നിങ്ങളൊന്ന് കേൾക്കണം. ആർട്ടിക്കിൾ 2 ഭരണഘടനയിൽ ലക്ഷ്യം ഇന്ത്യയിലെ തൊഴിലാളി വർഗത്തിന്റെ വിപ്ലവകരമായ മുന്നണിപ്പടയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ്. തൊഴിലാളി വർഗത്തിന്റെ സ്വേച്ഛാധിപത്യ രാഷ്ട്രം, സമഗ്രാധിപത്യം എന്ന പദമാണ് മലയാളത്തിൽ പറയാറുള്ളത്. തൊഴിലാളി വർഗത്തിന് സമഗ്രാധിപത്യം, ഇംഗ്ലീഷിൽ എന്താണ്? ഡിക്റ്റേറ്റർഷിപ്പ് എന്നാണ്. എന്നുവെച്ചാൽ ഏകാധിപത്യമാണ്. മോഡി രാജ്യത്തെ ഏകാധിപത്യത്തിലേക്ക് കൊണ്ടുവരുന്നു പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന അതേ പദം തന്നെ ഭരണഘടനയിൽ എഴുതി വച്ച, ഏകാധിപത്യം ഉണ്ടാക്കാൻ വേണ്ടി എഴുതി വച്ച ഒരു പാർട്ടിയുടെ സമരത്തിലൂടെ ഇന്ത്യയിലെ അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കാൻ പാർട്ടി കോൺഗ്രസിൽ തിസീസ് അവതരിപ്പിച്ച പാർട്ടിയാണ് ജനാധിപത്യത്തിൽ UDF-ന് വോട്ട് ചെയ്ത ജമാഅത്തെ ഇസ്ലാമിയെയും അതിന് മുമ്പ് CPM അടങ്ങുന്ന LDF-ന് വോട്ട് ചെയ്ത ജമാഅത്തെ ഇസ്ലാമിയെയും ഭീകരവാദം, തീവ്രവാദം എന്ന് പറയുന്നത്. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് രൂപപ്പെട്ടു വന്ന മാവോയിസ്റ്റുകൾ, നക്സലൈറ്റുകൾ, CPI-ML, ഈ തിരികാമി എന്ന് പറയുന്ന ആള് ജയിൽവാസം അനുഷ്ഠിച്ചിട്ടുണ്ട്. CPM-ൽ ഇപ്പൊ കൂടി കേട്ടിട്ടുള്ള അതെന്തായിരുന്നു? CPI-ML-ന്റെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് കൊലപാതകം നടത്തിയിട്ടുണ്ട്. അതിന്റെ പേരില് ജയിൽ ശിക്ഷ അനുഭവിച്ച കമ്മ്യൂണിസ്റ്റ് തീവ്രവാദിയാണ്. ജനാധിപത്യ വേഷക്കുപ്പായിട്ട് മത്സരം ജയിച്ചുകൊണ്ടിരിക്കുന്നത്. സമകാലീന കേരളീയ പരിസരത്തെ ഉയർന്നു നിൽക്കുന്ന രാഷ്ട്രീയ വിവാദങ്ങളുടെയും ഒക്കെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ചില കാര്യങ്ങൾ നിങ്ങളോട് വിശദീകരിക്കുകയാണ് എന്നെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് അഥവാ ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമി, ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ ഇന്ത്യയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്ലാമിക പ്രസ്ഥാനം ആണ്. ജമാഅത്തെ ഇസ്ലാമി എന്നാൽ ആ ഉറുദു വാക്കിന്റെ അർത്ഥം ഇസ്ലാമിക പ്രസ്ഥാനം എന്നാണ്. ഹിന്ദ്, ഇന്ത്യ എന്ന വാക്കിന്റെ ഉറുദു പദമാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമി സംഘടനാപരമായി ഇന്ത്യയിൽ മാത്രം പ്രവർത്തിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയാണ്. ലോകത്തിന്റെ എല്ലാ ഭൂപ്രദേശങ്ങളിലും വ്യത്യസ്ത പേരുകളിൽ ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ജമാഅത്തെ ഇസ്ലാമി എന്ന പേര് തന്നെ സ്വീകരിച്ചുകൊണ്ട് പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും കാശ്മീരിലും ശ്രീലങ്കയിലും അവിടങ്ങളിലെ ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. അറബ് നാടുകളിൽ അൽ ഇഖ്വാനുൽ മുസ്ലിമൂൻ, പ്രത്യേകിച്ചും ഈജിപ്ത് കേന്ദ്രീകരിച്ചുകൊണ്ട് അതിന്റെ തൊട്ടടുത്ത രാജ്യങ്ങളിലുമെല്ലാം ഫലസ്തീനിലടക്കം വേരുകളുള്ള ഇസ്ലാമിക പ്രസ്ഥാനം അവിടെയും പ്രവർത്തിക്കുന്നുണ്ട്. ആദർശപരമായും മറ്റുമൊക്കെ ഒരൊറ്റ അടിത്തറയിലാണ് അവിടെയൊക്കെ പ്രവർത്തിക്കുന്നത് എങ്കിലും സംഘടനാപരമായി
ഈ പ്രസ്ഥാനങ്ങൾക്ക് പരസ്പരം ഒരർത്ഥത്തിലുമുള്ള ബാധ്യതയോ ബന്ധങ്ങളോ ഉണ്ട് എന്ന് പറയാൻ ആർക്കും കഴിയുകയില്ല. ഏത് വിധേന എന്ന് ചോദിച്ചാൽ ഇന്ത്യയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് CPIM, ഇന്ത്യയിലെ തന്നെ മറ്റൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായ CPI-യുമായിട്ട് സംഘടനാപരമായി ഒരു ബന്ധവും ഇല്ല. CPI എന്തെങ്കിലും ചെയ്താൽ അതിന് മറുപടി പറയേണ്ടുന്ന ബാധ്യത CPM-നോ, CPM ചെയ്യുന്ന കാര്യങ്ങൾക്ക് മറുപടി പറയേണ്ട ബാധ്യത CPI-ക്കോ ഇല്ല. ഒരു രാജ്യത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ അവസ്ഥ ഇതാണ്. കുറച്ചുകൂടി പറയുകയാണ് എങ്കിൽ രാജസ്ഥാനിലെ CPIM-ന് അത് നടത്തുന്ന പ്രവർത്തനങ്ങൾ കേരളത്തിലെ CPM-ന് ബാധ്യതയില്ല എന്നാണ് കേരള CPM പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താ അങ്ങനെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വഴി അത് വിശദീകരിക്കാം. തമിഴ്നാട്ടിലെ CPM-ന്റെ രാഷ്ട്രീയ നിലപാടുകൾക്ക് കേരളത്തിലെ CPM ബാധ്യസ്ഥരല്ല അതിന് മറുപടി പറയുവാൻ എന്നതാണ് അവസ്ഥ. അഥവാ ഒരേ സെൻട്രൽ കമ്മിറ്റിയുടെ കീഴിൽ, ഒരേ പോളിറ്റ് ബ്യൂറോയുടെ കീഴിൽ MA ബേബി എന്ന് പറയുന്ന ജനറൽ സെക്രട്ടറിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന CPM-ലെ 3 സംസ്ഥാന കമ്മിറ്റികൾ, കേരള സംസ്ഥാന കമ്മിറ്റി, ഗോവിന്ദൻ മാഷ് സെക്രട്ടറി ആയിട്ടുള്ള രാജസ്ഥാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, അതുപോലെ തന്നെ തമിഴ്നാട്ടിലെ CPIM, ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും അവർ എടുക്കുന്ന രാഷ്ട്രീയ നിലപാടുകളിൽ ബാധ്യത ഇല്ല. അങ്ങനെ ഒരു സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി. ഇഖ്വാനെ പറ്റി മറുപടി പറയണം, ഹമാസിനെ പറ്റി മറുപടി പറയണം, പാകിസ്ഥാനിലെ ജമാഅത്തെ ഇസ്ലാമി ചെയ്തതിനെ പറ്റി മറുപടി പറയണം, ബംഗ്ലാദേശിലെ ജമാഅത്തെ ഇസ്ലാമി ചെയ്തതിന് മറുപടി പറയണം, കാശ്മീർ ജമാഅത്തെ ഇസ്ലാമി ചെയ്തതിന് മറുപടി പറയണം എന്ന് വാശി പിടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് പറയാൻ കാരണം ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമി ഇന്ത്യ ഉപവൻകരയിൽ മാത്രം വ്യത്യസ്തങ്ങളായ രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമിക്ക് ഇന്ത്യയിലെ അതിന്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് മാത്രമാണ് ബാധ്യത ഏറ്റെടുക്കേണ്ടതുള്ളൂ. ഇത് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ഇങ്ങനെ പറയുമ്പോൾ മറ്റെല്ലാ ജമാഅത്തെ ഇസ്ലാമിയും നേരത്തെ ഞാൻ സൂചിപ്പിച്ച അറബ് മേഖലയിലെ ഇഖ്വാൻ, ഹമാസ് പോലെയുള്ളതൊക്കെ എന്തോ വലിയ അപരാധം ചെയ്തിട്ടുണ്ട്. അവരും അതുകൊണ്ടാണ് ഈ ജമാഅത്തിന്റെ വേദിയിൽ നിന്നുകൊണ്ട് ഇങ്ങനെ ഒരു ജാമ്യം എടുക്കുന്നത് എന്ന ഒരു തോന്നൽ ജമാഅത്തിന്റെ അനുഭാവികളായ ആളുകൾക്കും ചിലപ്പോൾ തോന്നുന്നു, എന്തിനാണ് ഇദ്ദേഹം ഇങ്ങനെ പറയുന്നത്. എതിരാളികളെ സംബന്ധിച്ചിടത്തോളം ഇവർ തടി സലാമത്താക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന എന്തോ തിരിമറിയാണ്. അങ്ങനെ ഒരു തിരിമറിയുടെ ആവശ്യമില്ല. ഈ പറയപ്പെട്ട പ്രസ്ഥാനങ്ങളും ലോകത്ത് എല്ലാവരുടെയും മുന്നിൽ ഇന്ന് അങ്ങനെ മറച്ചു വച്ച് ഒന്നും ചെയ്യാൻ കഴിയില്ല. ആ കാലമൊക്കെ കഴിഞ്ഞുപോയി. മറച്ചു വച്ച് ചെയ്തതെല്ലാം നേരത്തെ ഫോട്ടോ എടുത്ത് വീഡിയോ എടുത്ത് വച്ചിട്ടുള്ളത് കൊണ്ട് അങ്ങനെ കണ്ണടച്ചാൽ ഇരുട്ടാവുന്നതല്ല. രാജ്യത്തെയും ലോകത്തെയും രാഷ്ട്രീയ സാഹചര്യങ്ങൾ എന്നുകൂടി ആനുഷംഗികമായി സൂചിപ്പിക്കുകയാണ്. ഞാൻ സൂചിപ്പിച്ചു, ജമാഅത്തെ ഇസ്ലാമി ഇസ്ലാമിക പ്രസ്ഥാനമാണ് എന്ന്. ഇസ്ലാമിക പ്രസ്ഥാനമാണ് എന്ന് പറയുമ്പോൾ ഒരുപാട് മുസ്ലിം സംഘടനകൾ ഉണ്ടല്ലോ. അവരെല്ലാം ഇസ്ലാമിക പ്രസ്ഥാനങ്ങളല്ലേ? തങ്ങളുടെ ഇസ്ലാമിക പ്രസ്ഥാനമാണ് എന്ന് അവകാശപ്പെടുന്ന സംഘടനകൾ ജമാഅത്തെ ഇസ്ലാമി പോലെ
ഇന്ത്യയിലോ കേരളത്തിലോ വേറെ ഒരു പ്രസ്ഥാനം തങ്ങളുടെ ഇസ്ലാമിക പ്രസ്ഥാനമാണെന്ന് അവകാശപ്പെട്ടിട്ടില്ല. മതസംഘടനകൾ ഉണ്ട്, ഒരുപാട് മതസംഘടനകളുണ്ട്. അത് അവരുടെ കുറവോ ന്യൂനതയോ ഒന്നും ആയിട്ട് ഞങ്ങൾ മനസ്സിലാക്കുന്നില്ല, അങ്ങനെ പറയുന്നും ഇല്ല. അപ്പൊ ഈ ഇസ്ലാമിക പ്രസ്ഥാനം എന്ന് ജമാഅത്തെ ഇസ്ലാമി അതിനെ പരിചയപ്പെടുത്തുന്നത് എന്തുകൊണ്ടാണ്? നേരത്തെ സൂചിപ്പിച്ച മറ്റ് രാജ്യങ്ങളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പ്രസ്ഥാനങ്ങളും ഇങ്ങനെ അഭിപ്രായം രേഖപ്പെടുത്തുവാനുള്ള, തങ്ങളുടെ ഇസ്ലാമിക പ്രസ്ഥാനമാണ് എന്ന് പറയുവാനുള്ള കാരണം എന്താണ് എന്ന് നിങ്ങൾ ആഴത്തിൽ ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണം എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അഥവാ ഇസ്ലാമിക പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിനെ ഒരു സമ്പൂർണമായ ജീവിത പദ്ധതിയായി അത് സമർപ്പിക്കുന്നു എന്നുള്ളതാണ്. ഇസ്ലാമിനെ ഒരു മതം മാത്രമായി സ്ഥാപിച്ചെടുക്കുവാനാണ് ഇസ്ലാമിന്റെ പ്രതിയോഗികൾ പരിശ്രമിച്ച് കൊണ്ടിരിക്കുന്നത്. ഒരു മതം ആയി നിങ്ങൾ ജീവിച്ചോളൂ, കുഴപ്പമില്ല, ആരാധന നിർവഹിച്ചു, ആരാധന തടസ്സമുള്ളത്, ഞങ്ങളുടെ പാർട്ടിയിൽ ചേർന്നാൽ ആരാധനയ്ക്കൊന്നും വിലക്കില്ല, മുസ്ലിം കമ്മ്യൂണിസ്റ്റുകാരനായിട്ട് ജീവിക്കാം, മുസ്ലിം മറ്റ് രാഷ്ട്രീയ പാർട്ടിയായിട്ടും ജീവിക്കാം, അതിലൊന്നും ഞങ്ങൾക്ക് തടസ്സമില്ല. പക്ഷെ ഇസ്ലാം ഒരു സമ്പൂർണ്ണ ജീവിത വ്യവസ്ഥയായതുകൊണ്ട് അതിന്റെ ആശയവും കാഴ്ചപ്പാടുകളും ആദർശങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരാൾക്ക് മതപരമായി താൻ ഒരു മുസ്ലിമായി ജീവിക്കാൻ തീരുമാനിക്കുന്നത് പോലെ ജീവിതത്തിന്റെ എല്ലാ രംഗത്തും ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജീവിക്കുവാനും പ്രവർത്തിക്കുവാനും കഴിയും. ആ അർത്ഥത്തിൽ ജീവിതത്തെ സമഗ്രമായി ഉൾക്കൊള്ളുവാൻ ആത്മീയ രംഗത്തെ, സാമൂഹ്യ ജീവിതത്തിന്റെ നിഖില മണ്ഡലങ്ങളെയും സാംസ്കാരികമായ, രാഷ്ട്രീയമായ, സാമ്പത്തികമായ ജീവിതത്തിന്റെ എല്ലാ രംഗത്തും പിന്തുടരുവാനും അതുപോലെ തന്നെ ജീവിക്കുവാനും പര്യാപ്തമായ ഒരു പ്രത്യയശാസ്ത്രമാണ്, ഐഡിയോളജിയാണ് ഇസ്ലാം എന്ന് ഇസ്ലാമിനെ സംബന്ധിച്ച് പഠിക്കുന്ന ആർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. വിശുദ്ധ ഖുർആനിൽ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതവും സുന്നത്ത് എന്നാണ് അതിൽ പറയുക. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് സുപരിചിതമായ രണ്ട് പദങ്ങളാണ്, ഖുർആനും സുന്നത്ത്. ഈ ഖുർആൻ ഒരാവർത്തി ഒരാൾ വായിച്ചാൽ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള ഗ്രന്ഥങ്ങൾ ഒരാവർത്തി വായിക്കുവാൻ തയ്യാറായി കഴിഞ്ഞാൽ അയാൾക്ക് ഇതൊരു മതഗ്രന്ഥം ആണ് എന്ന് പറയാൻ, ഇതൊരു മതഗ്രന്ഥം മാത്രമാണ് എന്ന് പറയാൻ കഴിയാത്ത വണ്ണം നമ്മൾ പരിചയിച്ചു വന്നിട്ടുള്ള മതത്തിന്റെ ചട്ടക്കൂടിന്റെ ഉള്ളിൽ മാത്രം ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളല്ല ഇതിന്റെ ഉള്ളടക്കത്തിൽ ഉള്ളത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം മതം എന്ന് പറഞ്ഞാൽ ആരാധനയാണ്. പക്ഷെ ഇസ്ലാമിൽ ആരാധന മാത്രമല്ല ഉള്ളത്. മതം എന്ന് പറഞ്ഞാൽ കുറെ വിശ്വാസ കാര്യങ്ങൾ ആണ്. യഥാർത്ഥത്തിൽ ഇസ്ലാം കേവലമായ കുറെ വിശ്വാസ കാര്യങ്ങൾ മാത്രമാണ് എന്ന് അതിനെപ്പറ്റി പറയാൻ കഴിയില്ല. ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് മുന്നോട്ട് വയ്ക്കുന്ന അടിത്തറ, ഒരു കോഡ് ഓഫ് ബിലീഫ്, വിശ്വാസപരമായ സംഹിതയാണ് ഇസ്ലാം. കോഡ് ഓഫ് വർഷിപ്പ്, ആരാധനാപരമായ സംഹിതയാണ് ഇസ്ലാം. കോഡ് ഓഫ് ലൈഫ്, ജീവിത സംഹിത കൂടിയാണ് ഇസ്ലാം എന്ന് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് ജീവിതത്തിൽ എന്തെല്ലാം ഉണ്ടോ അത് ഇസ്ലാമിൽ ഉണ്ട്. ജീവിതത്തിൽ എന്തെല്ലാം ഉണ്ടാകണമോ അതെല്ലാം ഇസ്ലാമിന്റെ കൽപ്പനയിൽ വരുന്നുണ്ട്. ജീവിതത്തിൽ എന്താണോ ഉണ്ടാകാൻ പാടില്ലാത്തത് അത് പാടില്ല എന്ന് ശക്തമായി കൽപ്പിക്കുന്ന, ശാസിക്കുന്ന ഒരു വ്യവസ്ഥയാണ്, ദീനാണ് ഇസ്ലാം എന്നുള്ള കാരണത്താൽ ഇസ്ലാമിനെ പ്രതിനിധീകരിക്കുന്നവർ അതിനെ ഭാഗികമായി പ്രതിനിധീകരിക്കാൻ പാടില്ല എന്ന് ഖുർആന്റെ കൽപ്പനയാണ്. ഭാഗികമായി പ്രതിനിധീകരിക്കുക വഴി ഇസ്ലാമിനെ ഉൾക്കൊണ്ടതിന്റെയും വിശ്വസിച്ചതിന്റെയും ഐഹികമായോ പാരത്രികമായോ ആയ
നേട്ടങ്ങളും ഫലങ്ങളും നേടിയെടുക്കുവാൻ കഴിയുകയില്ല എന്നും ഖുർആൻ പറയുന്നുണ്ട്. നിങ്ങൾ ഇസ്ലാമിലേക്ക് പൂർണ്ണമായും പ്രവേശിക്കുക. വേദഗ്രന്ഥത്തിന്റെ കുറച്ചു ഭാഗം നിങ്ങൾ വിശ്വസിക്കുകയും വേറെ കുറെ ഭാഗങ്ങൾ നിങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുകയാണോ? നിങ്ങൾ അങ്ങനെ ചെയ്യുന്ന പക്ഷം ദുനിയാവിൽ നിങ്ങൾക്ക് ഇസ്ലാം വാഗ്ദാനം ചെയ്യുന്ന ഒരു പ്രതാപവും നേടിയെടുക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല, വലിയ നിന്ദ്യത നിങ്ങൾക്ക് മേൽ വന്നു ഭവിക്കുന്നതാണ്. അന്ത്യനാളിൽ നിങ്ങൾ ഭാഗികമായി മുസ്ലിമായി ജീവിച്ചതിന്റെ പേരിൽ സ്വർഗം ലഭിക്കുകയില്ല. വയൗമൽ ഖിയാമത്തി യുഹത്തൂന അശദ്ദിൽ അദാബ്, വേദനാജനകമായ ശിക്ഷയിലേക്ക് അവർ വലിച്ചെറിയപ്പെടുന്നതുമാണ് എന്ന് ഖുർആൻ പഠിപ്പിക്കുകയാണ്. ആദ്യം സൂചിപ്പിച്ച നിങ്ങൾ ഇസ്ലാമിലേക്ക് പൂർണ്ണമായും പ്രവേശിക്കണം എന്ന് പറഞ്ഞ തൊട്ടുടനെ തന്നെ അള്ളാഹു പറയുന്നവരാ ശൈത്താൻ, പൈശാചികമായ പാതകളെ നിങ്ങൾ പിന്തുടരുവാൻ പാടില്ല. പിശാചിന്റെ കാലടിപ്പാടുകളെ നിങ്ങൾ പിന്തുടരുവാൻ പാടില്ല. ഇസ്ലാമിക കാഴ്ചപ്പാടനുസരിച്ചുകൊണ്ട് ഇസ്ലാമിന്റേതല്ലാത്ത വിശ്വാസ സംഹിത ഒരാൾ മുസ്ലിം പിന്തുടരുക, ഇസ്ലാമിന്റേതല്ലാത്ത ആരാധനാ സമ്പ്രദായങ്ങൾ ഒരാൾ തന്റെ ജീവിതത്തിൽ അനുഷ്ഠിക്കുക, ഇസ്ലാമിന്റേതല്ലാത്ത ജീവിത വ്യവസ്ഥകൾ അനുസരിച്ചുകൊണ്ട് ഒരു മുസ്ലിം തന്റെ ജീവിതത്തെ ചിട്ടപ്പെടുത്തിയെടുക്കുക എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിന്റെ മാർഗം അല്ലാഹനം ചെയ്തതല്ല, അള്ളാഹുവിന്റെ ശത്രുവായ പിശാചിന്റെ പാത പിന്തുടരുന്നതിൽ തുല്യമാകും. അതുവഴി അവൻ യഥാർത്ഥത്തിൽ എത്തിച്ചേരുന്നത് സ്വർഗത്തിലല്ല, ആത്മീയമായ മുക്തി അവന് ലഭിക്കുകയില്ല. ഭൗതികമായി ദീനുൽ ഇസ്ലാം ഒരു വ്യക്തിയിൽ, ഒരു സൊസൈറ്റിയിൽ ഉണ്ടാക്കിയെടുക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു ഫലവും നേട്ടവും അയാൾക്ക് തന്റെ ജീവിതം കൊണ്ട് നേടിയെടുക്കുവാൻ കഴിയുകയില്ല എന്ന് പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് സമ്പൂർണമായി ഇസ്ലാമിനെ ജീവിതത്തിൽ പ്രതിനിധീകരിക്കണമെന്നും ഇസ്ലാമിക ആശയം കേവല മത ആചാര അനുഷ്ഠാനങ്ങളിൽ മാത്രം പരിമിതപ്പെട്ടതാണ് എന്നുള്ള പടിഞ്ഞാറ് പഠിപ്പിച്ച ഒരു മതം ഉണ്ട്. മതം വേറെ, ജീവിതം വേറെ. ജീവിതത്തിന്റെ സാമൂഹ്യ രംഗത്തേക്ക് മതം കടന്നു വരാൻ പാടില്ല. ജീവിതത്തിന്റെ രാഷ്ട്രീയ മണ്ഡലത്തിലേക്ക് മതത്തിന്റെ അധ്യാപനങ്ങൾ കടന്നു വരാൻ പാടില്ല എന്ന ഈ ഒരു വേർതിരിവ് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം പരിചിതമായ കാര്യമല്ല. നേരത്തെ സൂചിപ്പിച്ച വിശുദ്ധ ഖുർആന്റെ തുടക്കം മുതൽ ഒടുക്കം വരെയും സുന്നത്തിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെയുമുള്ള ഭാഗങ്ങൾ നമ്മൾ വായിച്ചു നോക്കിയാൽ അതിന്റെ ടൈറ്റിലിൽ ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാം വരുന്നുണ്ട്. ഭരണ വ്യവസ്ഥകളുണ്ട്, സാമ്പത്തിക ക്രയവിക്രയവും വ്യവസ്ഥയും എങ്ങനെയാണ് ചിട്ടപ്പെടുത്തേണ്ടത് എന്ന് പറയുന്നുണ്ട്, നീതി എങ്ങനെയാണ് സ്ഥാപിക്കാൻ കഴിയുന്നത് എന്ന് പഠിപ്പിക്കുന്നുണ്ട്, എങ്ങനെയാണ് കച്ചവടം ചെയ്യേണ്ടത് എന്ന് പഠിപ്പിക്കുന്നുണ്ട്. കച്ചവട രംഗത്ത് ഇസ്ലാമിന്റെ മര്യാദ പാലിക്കാത്ത ഒരാൾ നമസ്കരിച്ചത് കൊണ്ട് നേട്ടം ഇല്ല. സാമ്പത്തിക വിശുദ്ധി ജീവിതത്തിൽ ഇല്ലാത്ത ഒരാൾ ഹജ്ജ് ചെയ്തത് കൊണ്ടോ സക്കാത്ത് കൊടുത്തത് കൊണ്ടോ കാര്യമില്ല. അവന്റെ പ്രാർത്ഥന പോലും ദൈവം സ്വീകരിക്കുകയില്ല എന്ന് വിശുദ്ധ ഖുർആനും പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അർത്ഥശങ്കയ്ക്കിടയില്ലാത്തവണ്ണം ഖണ്ഡിതമായി പ്രസ്താവിച്ചത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന കാര്യമാണ്. വിശുദ്ധ ഖുർആനിലെ വളരെ ചെറിയൊരു അധ്യായമാണ് സൂറ അൽ മാഊൻ, പരോപകാരം എന്നാണ് അതിന്റെ അർത്ഥം. അത് തുടങ്ങുന്ന അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ, ദീനിനെ കളവാക്കിയവൻ ആരാണ് എന്ന് നിങ്ങൾക്കറിയാമോ? ഇതൊരു സാധാരണ ഒരു മതവിശ്വാസിയോട് സാമ്പ്രദായികമായ വലിയ പരിജ്ഞാനമോ ദീനീ വിജ്ഞാനങ്ങളോ പാണ്ഡിത്യമോ ഒന്നും ഇല്ലാത്ത ഒരാളോട് ചോദിക്കുകയാണ്, മതത്തെ നിഷേധിച്ചവൻ, ദീനിനെ നിഷേധിച്ചവൻ ആരാണ്? അപ്പൊ അയാള് പെട്ടെന്ന് നൽകുന്ന മറുപടി യുക്തിവാദിയാണ്, നിരീശ്വരവാദിയാണ്, നിസ്കരിക്കാത്തവനാണ്, നോമ്പ് നോക്കാത്തവനാണ്, ഹജ്ജ് ചെയ്യാത്തവനാണ്, ദിക്ർ ചെയ്യാത്തവനാണ്, ദുആ ചെയ്യാത്തവനാണ്, പള്ളി വരാത്തവനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ ഉത്തരങ്ങൾ നൽകും. എന്നാൽ ഖുർആൻ നൽകിയ ഉത്തരം എന്താണ്? മതത്തെ, ദീനിനെ കളവാക്കിയവനെ നിങ്ങൾ കണ്ടുവോ? ഫദാലിക്കല്ലദീ യതുഖുൽ യതീം, അനാഥയെ ആട്ടിയകറ്റിയവനാണ്. അഗതിക്ക് അന്നം കൊടുക്കുവാൻ പ്രേരിപ്പിക്കാത്തവനാണ്. അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി മുന്നോട്ട് വയ്ക്കുന്ന ദീൻ എന്നുള്ളത് രാജ്യത്ത് ദുർബലരാക്കപ്പെട്ട പാവങ്ങളായ മനുഷ്യർക്ക് അഭയം കൊടുക്കുന്ന, അവർക്ക് അന്നം കൊടുക്കുന്ന, അഗതികളും അനാഥരുമായി പോയ ആളുകളെ സനാഥരാക്കുവാൻ കഴിയുന്ന, അവരുടെ കൈ പിടിക്കുന്ന, അവരുടെ വിമോചനത്തിന്, അവരുടെ സ്വയം പര്യാപ്തതയ്ക്ക്, അവർക്ക് ഈ ലോകത്ത് അന്തസ്സോടുകൂടി ജീവിക്കുവാൻ കഴിയുന്ന അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള
പ്രവൃത്തിയിൽ ഏർപ്പെടുക എന്നുള്ളതാണ് ദീനീ ജീവിതം, മതജീവിതം എന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് ജമാഅത്തെ ഇസ്ലാമിന് ഇസ്ലാമിനെ പറ്റിയിട്ടുള്ള കാഴ്ചകൾ. ജമാഅത്ത് ഇസ്ലാം പുതുതായി കൊണ്ടുവന്നതല്ല. ഇസ്ലാം വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന കാര്യമാണ്. പ്രവാചകൻ തന്നെ പറ്റി പറയുന്നുണ്ട്, ഞാനും അനാഥയെ സംരക്ഷിക്കുന്നവനും സ്വർഗത്തിൽ ഈ രണ്ട് വിരലുകൾ പോലെ അടുത്തടുത്തിരിക്കുന്നവനാണ്. അപ്പൊ അനാഥയെ സംരക്ഷിക്കുക എന്നുള്ളത് മതത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അഗതികൾക്ക് അന്നം കൊടുക്കുക എന്നുള്ളത്, ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളത്, ദരിദ്രർക്ക് സമ്പത്തിൽ അവകാശം, യാചകന്മാർക്ക് ദരിദ്രന്മാർക്ക് സമ്പത്തിൽ അവകാശമുണ്ട് എന്ന് ഇസ്ലാം പഠിപ്പിക്കുക. അതുകൊണ്ട് സമ്പത്തിന് ദരിദ്രന്റെ അവകാശം വാങ്ങി സ്ഥാപിച്ചു കൊടുക്കുക എന്നുള്ളത്, നീതി നിഷേധിക്കപ്പെട്ടവർക്ക് നീതി ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത്, അതിനുവേണ്ടിയുള്ള സംവിധാനങ്ങൾ, വ്യവസ്ഥകൾ ക്രമീകരിക്കുക എന്നുള്ളത് പ്രവാചകന്മാർ പഠിപ്പിച്ച മതത്തിന്റെ ദീനിന്റെ സ്വഭാവവും പ്രകൃതവും ആയിരുന്നു എന്ന കാരണത്താൽ അതുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമി ഇസ്ലാം സമ്പൂർണമായ ജീവിത പദ്ധതിയാണ്. ആ ജീവിത പദ്ധതി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു മുസ്ലിം ഇസ്ലാമിന് വേണ്ടിയാണ് പ്രവർത്തിക്കേണ്ടത്. അവന് പാവപ്പെട്ടവരെ സഹായിക്കുവാൻ സോഷ്യലിസത്തിന് വേണ്ടി പ്രവർത്തിക്കേണ്ടതില്ല. തൊഴിലാളി വർഗത്തിന്റെ വിമോചനത്തിന് വേണ്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചേർന്ന് പ്രവർത്തിക്കേണ്ട അവസ്ഥ ഇല്ല എന്നതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. കാരണം ചരിത്രത്തിൽ കടന്നു വന്ന എല്ലാ പ്രവാചകന്മാരും മതപ്രബോധനം നടത്തിയതോടൊപ്പം തന്നെ സാമൂഹികമായ പരിഷ്കരണത്തിന് വേണ്ടി പ്രവർത്തിച്ചവർ കൂടിയായിരുന്നു എന്നുള്ളത് കാണാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് ഈ പ്രവാചകന്മാർക്കെതിരെ ആ കാലഘട്ടത്തിലെ തിന്മയുടെ ശക്തികൾ, ആരാണ് തിന്മയുടെ ശക്തികൾ? ഇസ്ലാമിന്റെ വീക്ഷണത്തിൽ തിന്മയുടെ ശക്തി. അപ്പൊ എന്താണ് തിന്മ എന്ന് ചോദിച്ചാൽ നമ്മൾക്ക് സാമ്പ്രദായികമായ കുറെ ഉത്തരങ്ങൾ അതിലുണ്ട്. പക്ഷേ ഇസ്ലാം പരിചയപ്പെടുത്തിയ തിന്മയുടെ ശക്തികൾ ആരാണ്? ഇബ്രാഹിം അലൈഹിസ്സലാമയുടെ ചരിത്രം അനുസ്മരിച്ച ഒരു സന്ദർഭമാണ് അറ്റക്കഴിഞ്ഞ്. ആരായിരുന്നു ഇബ്രാഹിമിന്റെ എതിരാളി? മുഖ്യ എതിരാളിയായി ഖുർആൻ പറയുന്നു. ഒന്ന് ആസർ, അദ്ദേഹത്തിന്റെ പിതാവ്, അദ്ദേഹം പുരോഹിതനാണ്. എവിടത്തെ പുരോഹിതനാണ്? നമ്രൂദ് എന്ന് പറയുന്ന ഊർ പട്ടണത്തിലെ ഇറാഖിലെ, പുരാതന ഇറാഖിലെ ഭരണാധികാരിയായ രാജാവിന്റെ രാജകൊട്ടാരത്തിന്റെ രാജപുരോഹിതനാണ്. ഈ രാജാവ് ആരാണ്? രാജാവ് അവിടെ ഏകാധിപത്യം, സ്വേച്ഛാധിപത്യം നടത്തിയിരുന്നയാളാണ്. ഈ രണ്ട് രാഷ്ട്രീയ ജീർണ തിന്മയിൽ നിന്നും പൗരോഹിത്യ തിന്മയിൽ നിന്നും ഇറാഖുകാരെ വിമോചിപ്പിക്കുക എന്നുള്ള, ഊർപട്ടണത്തുകാരെ വിമോചിപ്പിക്കുക എന്നുള്ള ദൗത്യം ഏറ്റെടുത്ത പ്രവാചകനായിരുന്നു ഇബ്രാഹിം അലൈഹിസ്സലാം. അദ്ദേഹത്തിന്റെ സന്താനങ്ങളിൽ വന്ന പ്രവാചകന്മാർ, അദ്ദേഹത്തിന് സമകാലികരായ പ്രവാചകന്മാർ, അദ്ദേഹത്തിന് മുമ്പ് കഴിഞ്ഞു പോയ പ്രവാചകൻ, ഇതിന്റെ ഒക്കെ ചരിത്രം ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. മഹാനായ അദ്ദേഹത്തിന്റെ സമകാലീനായ മറ്റൊരു പ്രവാചകനായ ലൂത്ത് അലൈഹിസ്സലാത്തു വസ്സലാം. അദ്ദേഹം എന്തിനാണ് പ്രവർത്തിച്ചത്? അദ്ദേഹം ഏകദൈവ വിശ്വാസം പ്രബോധനം ചെയ്യുന്നതോടൊപ്പം തന്നെ ദൈവത്തിന് മാത്രമേ ആരാധിക്കാവൂ, ദൈവത്തെ മാത്രമേ വണങ്ങാവൂ, അവനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്ന ഈ മതത്തിന്റെ ഈ പ്രബോധനം നിർവഹിച്ചതോടൊപ്പം തന്നെ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന, ഇന്നത്തെ കാലഘട്ടത്തിലായിരുന്നെങ്കിൽ പറയും, ഇത്തരം പുരോഗമനപരമായ ജീവിതക്രമത്തെ എതിർക്കുന്നത് മതരാഷ്ട്രവാദമാണ് എന്നൊക്കെ പറഞ്ഞ് കളയുമായിരുന്നു. ഇപ്പൊ അതാണ് നടന്നുകൊണ്ട് ജെൻഡർ ന്യൂട്രാലിറ്റി, ജെൻഡർ ഫ്ലൂയിഡിറ്റി, സ്ത്രീ പുരുഷ സമത്വം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഈ പുതിയ നവ ലിബറലിസം, നിയോ ലിബറലിസം, ഈ നിയോ ലിബറലിസത്തിന് എതിരായിട്ട് ലോകത്ത് ഉയർന്നു വന്ന മുതലാളിത്തത്തിന്റെ ജീർണതകൾക്കെതിരെ രൂപം കൊണ്ടുവന്ന ഒരു മഹത്തായ രാഷ്ട്രീയ സിദ്ധാന്തമാണ് കമ്മ്യൂണിസം എന്നാണ് അവർ അവരെ പറ്റി പറയുന്നത്. പക്ഷേ ഈ നിയോ ലിബറലിസത്തിന്റെ എല്ലാ ജീർണതകളും കേരളത്തിൽ ആരാണ് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നത്? ആദ്യം മതമില്ലാത്ത ജീവൻ, ലിംഗമില്ലാത്ത ജീവനിലേക്ക് വളർന്നു വന്നു. മതമില്ലാത്ത ജീവനിൽ നിന്ന് ലിംഗമില്ലാത്ത ജീവനിലേക്ക്. എന്താ ഈ മതമില്ലാത്ത ജീവൻ എന്ന് വെച്ചാൽ? മതം വേണ്ട, മതം എന്ന് പറയുന്നിടത്ത് അത് രേഖപ്പെടുത്തണ്ട, 18 വയസ്സാവുമ്പോൾ തീരുമാനിച്ചാൽ മതി. അങ്ങനെ ഒരു 10-15 വർഷം കഴിഞ്ഞപ്പോഴേക്കും ലിംഗമില്ലാത്ത ജീവനായിട്ട് ഈ മതമില്ലാത്ത ജീവൻ ഏതാണ്ട് 1ാം ക്ലാസ് കഴിഞ്ഞ് SSLC ഒക്കെ പഠിച്ച് അവൻ ഡിഗ്രി ഒക്കെ കഴിഞ്ഞിട്ട് ഒരു ഉയർന്ന പഠനത്തിലേക്ക് പോകുന്ന ഘട്ടമെത്തുമ്പോഴേക്കും ലിംഗം ഇല്ല. എന്താ ലിംഗം ഇല്ല? കാരണം ലിംഗം എന്നുള്ളത് ജനനത്തിന്റെ സന്ദർഭത്തിൽ മനുഷ്യന്റെ ലൈംഗിക അവസ്ഥയെ മുൻനിർത്തിക്കൊണ്ട് തീരുമാനിക്കേണ്ടതല്ല. ഒരാൾ ആണാണ്, ഒരാൾ പെണ്ണാണ് എന്ന് തീരുമാനിക്കുന്ന ജനന സമയത്ത് അവന്റെ ലിംഗം, അവളുടെ ലിംഗം നോക്കിയിട്ടാണ്. ഇപ്പൊ സ്ത്രീയാണ് എങ്കിൽ വനിത, പെണ്ണാണ് എന്ന് നമ്മൾ പറയും, ഫീമെയിൽ ഓർ മെയിൽ എന്ന് തീരുമാനം. പക്ഷേ ഈ ജെൻഡർ ന്യൂട്രാലിറ്റിയുടെ സന്ദർഭം വന്നു കഴിഞ്ഞപ്പോൾ ന്യൂട്രൽ ഗിയറിലാണ്. മുന്നിലേക്കും പോകാൻ പാടില്ല, പിന്നിലേക്കും പോകാൻ പാടില്ല. ആണെന്ന് പറയരുത്, പെണ്ണെന്നും പറയരുത്. അവൻ പ്രായപൂർത്തിയായി കഴിയുമ്പോൾ തീരുമാനിക്കട്ടെ എന്ത്, ആണാണോ പെണ്ണാണോ എന്നുള്ളത്.
എന്നിട്ട് ഈ ആണും പെണ്ണും ഇടകലർന്നിരിക്കാൻ ജെൻഡർ ന്യൂട്രൽ യൂണിഫോം കഴിഞ്ഞ അധ്യയന വർഷത്തിന്റെ തുടക്കത്തിൽ കോഴിക്കോട് ബാലുശ്ശേരിയിൽ നടപ്പാക്കപ്പെട്ട ഒരു പുതിയ പദ്ധതിയായ ജെൻഡർ ന്യൂട്രൽ യൂണിഫോം. എന്നിട്ട് എന്താണ് പെൺകുട്ടികൾ ധരിക്കേണ്ടത്? ഇതുവരെ ആണുങ്ങൾ ധരിച്ചിരുന്ന പാന്റും ഷർട്ടൊക്കെ ഇട്ട് പെൺകുട്ടികൾ വരണം. അന്നും ഇതേപോലെ വിവാദമുണ്ട്. ഇപ്പൊ സുംബ ഡാൻസ് ആണ് വിവാദമായതെങ്കിൽ അന്ന് അതായിരുന്നു വിവാദമായിരുന്നത്, ഏറ്റവും കംഫർട്ട് ആയത്. അപ്പൊ അതായത് പുരുഷന്റെ വേഷം സ്ത്രീയെ കൊണ്ട്. എന്തിനാണ് അങ്ങനെ പറഞ്ഞത്? ആർ ബിന്ദുവിന് വേണമെങ്കിൽ പിണറായി വിജയനെ പോലെ വേണമെങ്കിൽ മുണ്ട് ഷർട്ട് എടുത്ത് വന്നുകൊണ്ട് ജെൻഡർ ന്യൂട്രൽ ഡ്രസ്സാണ് എന്റേത്, അതുകൊണ്ട് പ്രിയപ്പെട്ട പെൺകുട്ടികളെ നിങ്ങൾ സ്കൂളിൽ വരുമ്പോൾ മുണ്ട് ഷർട്ട് ഇട്ടുകൊണ്ട് വാ എന്നല്ലേ പറയേണ്ടത്. പക്ഷെ അതല്ല പറയുന്നത്. എന്താണ്? ആണുങ്ങളുടെ വേഷം പെണ്ണുങ്ങളെ കൊണ്ട് കെട്ടിക്കുക, പെണ്ണുങ്ങളുടെ വേഷം ആണുങ്ങളെ കൊണ്ട്. ഇതാണ് ജെൻഡർ ന്യൂട്രൽ എന്നുള്ള ഈ കാഴ്ചപ്പാടിലേക്ക് വരികയും ഇടകലർത്തിയിട്ട് ആണും പെണ്ണും സെപ്പറേറ്റ് ആയിട്ടിരിക്കാൻ പാടില്ല, ഇടകലർത്തിയിരിക്കണം. അങ്ങനെയുള്ള ആളുകൾ യാത്ര ചെയ്യുമ്പോൾ KSRTC ബസ്സിൽ ആണുങ്ങൾക്ക് സീറ്റ് ഉണ്ട്, പെണ്ണുങ്ങൾക്ക് സീറ്റ് ഉണ്ട്. എന്തുകൊണ്ട്? ജെൻഡർ ന്യൂട്രൽ സീറ്റിംഗ് സിസ്റ്റം KSRTC ഗണേഷ് കുമാർ നടപ്പാക്കില്ല എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് അതിന്റെ പ്രശ്നം എന്താണ്? ഇപ്പൊ അദ്ദേഹം പറഞ്ഞ ഏറ്റവും ഒടുവിൽ വന്നത് എല്ലാ ബസ് സ്റ്റാൻഡുകളിലും യൂണിയന്റെ കൊടികൾ സ്ഥാപിക്കാൻ പാടില്ല. കൊടി സ്ഥാപിച്ചാൽ അത് പാടില്ല എന്ന് പറയുകയാണ്. ഒരു ഭാഗത്ത് ഇതിങ്ങനെ ആണുങ്ങളെയും പെണ്ണുങ്ങളെയും കൂട്ടിയിരുത്തുക. ഇതിന്റെ അപകടം ആർക്കാണ് ഏറ്റവും ഭവിക്കുക എന്ന് ചോദിച്ചാൽ സ്ത്രീകളായിരിക്കും ഈ പുരോഗമനത്തിന്റെ ഏറ്റവും വലിയ ഇരകൾ എന്ന് മനസ്സിലാക്കണം. ആണും പെണ്ണും ഒരുമിച്ച് തുള്ളിച്ചാടിയാൽ എന്താ കുഴപ്പം എന്നാണ് ചോദിക്കുന്നത്. അതിന്റെ കുഴപ്പം സ്ത്രീക്കാണ്, പുരുഷനല്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. മഹാനായ ലൂത്ത് അലൈഹിസ്സലാം അവിടെ നിന്നാണ് അങ്ങോട്ട് പോയത്. അന്ന് അദ്ദേഹം എതിർത്ത തിന്മ എന്തായിരുന്നു? സ്വവർഗ ലൈംഗികത എന്നുള്ള ഹോമോസെക്ഷ്വാലിറ്റി എന്നുള്ളതാണ്. ഇന്നത് പുരോഗമനപരമാണ്. ഹോമോസെക്ഷ്വാലിറ്റിയെ ക്രൈമായിട്ട് പറയാൻ പാടില്ല. അത് അങ്ങനെയുള്ള വിചാരമുള്ള ആളുകളുടെ അവകാശമാണ് അത് എന്ന് സ്ഥാപിച്ചു കൊടുക്കണമെന്നാണ് ഈ വിഭാഗത്തിൽപ്പെട്ട കമ്മ്യൂണിറ്റി LGBTQ എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി അവകാശപ്പെടുന്നത്. ഇതിനെതിരെ ആ കാലഘട്ടത്തിൽ ഇസ്ലാമിന്റെ സദാചാര ധാർമ്മിക വ്യവസ്ഥയിൽ ഊന്നിരുന്നുകൊണ്ട് ലൈംഗിക ബന്ധത്തിന്റെ അടിസ്ഥാന വിവാഹമാണ്. വിവാഹം കഴിക്കേണ്ടത് ആണ് പെണ്ണിനെയും പെണ്ണ് ആണിനെയുമാണ്. ആണിനെ വിവാഹം കഴിക്കാം, പെണ്ണ് പെണ്ണിനെ വിവാഹം കഴിക്കാമെന്ന് തീരുമാനിച്ചാൽ ഇന്ന് ആസാമിൽ നിന്ന് ഇവിടെ ഇരിക്കുമ്പോൾ വന്ന ഒരു വാർത്തയാണ്. ഭർത്താവിനോടൊപ്പം ജീവിച്ചിരിക്കുന്ന പെരുമ്പാവൂരില് തൊഴിലാളികളായി വന്നവരാണ്. വിവാഹം കഴിഞ്ഞ് വന്നപ്പോ എന്ത് ചെയ്തു? ഈ പെൺകുട്ടി തൊട്ടടുത്ത ഇതര സംസ്ഥാന തൊഴിലാളികൾ ഭാര്യയുമായിട്ട് പ്രണയമായി, സ്നേഹബന്ധം മൂത്തിട്ട് ഇവർക്ക് വേർപെട്ടു പോകാൻ കഴിയാതെ വന്നപ്പോൾ ഭർത്താക്കന്മാരെ ഉപേക്ഷിച്ചിട്ട് ഇവർ രണ്ടുപേരും നാട് വിട്ടു. അപ്പൊ രണ്ടാമത്തെ പെൺകുട്ടിയുടെ ഭർത്താവ് പറഞ്ഞു, ഞാൻ രണ്ടിനെയും സംരക്ഷിച്ചു, വേണ്ട, നിങ്ങളുടെ സംരക്ഷണം വേണ്ട, ഞങ്ങൾ ഒരുമിച്ച് ജീവിച്ചു കൊള്ളാം. ഇത് എതിർത്തുകൊണ്ട് എന്ന ചോദ്യം ചോദിച്ചുകൊണ്ട് വിവാഹം കഴിക്കണം സഹോദരങ്ങളെ, വിവാഹം കഴിക്കണം നാട്ടുകാരെ. അതാണ് ജനതയെ രൂപപ്പെടുത്തുന്നത്, അതാണ് വംശത്തെ നിലനിർത്തുന്നത്. വ്യഭിചാരവും വേശ്യാവൃത്തിയും ഹോമോസെക്ഷ്വാലിറ്റിയും ഒക്കെ വംശത്തെ തകർത്ത് കളയുന്നതാണ് എന്നുള്ള ഏറ്റവും വലിയ ധാർമ്മിക കാഴ്ചപ്പാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രവർത്തിച്ച മഹാനായ ലൂത്ത് അലൈഹിസ്സലാം ഈ ആദർശത്തിന്റെ പ്രബോധനത്തിന് വേണ്ടി രംഗത്ത് വന്ന പ്രവാചകനായിരുന്നു. മഹാനായ ശുഐബ് അലൈഹിസ്സലാം അളവ് തൂക്കത്തിലെ കൃത്രിമത്വത്തിനെതിരെ, വഴിക്കൊള്ളയ്ക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചവരാണ്. അദ്ദേഹത്തോട് ആ നാട്ടിലെ ആളുകൾ, ഇന്നത്തെ സെക്യുലറിസ്റ്റുകൾ ചോദിക്കുന്നത് പോലെ, നിന്റെ മതമാണോ, നിന്റെ പ്രാർത്ഥനയാണോ ശുഐബേ ആ സ്വലാത്തുക തഅമുറുക അൻ നതൂകമായ ആവാഉന ഔ അൻ നഫഅല ഫി അംവാലിന മാ നശാ? ഞങ്ങളുടെ സമ്പത്തിൽ ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യുന്നതിൽ നിന്ന് താങ്കളെ തടയുന്നത് താങ്കളുടെ മതമാണോ, പ്രാർത്ഥനയാണോ? ആ മതം ഇവിടെ വേണ്ട, ആ പ്രാർത്ഥന ഇവിടെ വേണ്ട. ദൈവം പള്ളിയിലിരിക്കട്ടെ, പ്രവാചകൻ അത് പള്ളിയിലിരിക്കട്ടെ. പള്ളി ഒരു കാരണവശാലും മാർക്കറ്റിലേക്ക് വരേണ്ടതില്ല, സമ്പത്തിൽ ഇടപെടേണ്ടതില്ല. അധികാരവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചൂഷണത്തെ ചോദ്യം ചെയ്തുകൊണ്ട് രംഗത്ത് വന്ന മഹാനായ മൂസ അലൈഹിസ്സലാം, മുഹറം മാസമാണ്. മഹാനായ മൂസ അലൈഹിസ്സലാമിയുടെ ഹിജ്റയെ പറ്റി പറയുകയുണ്ടായി. അദ്ദേഹം നിർവഹിച്ച ദൗത്യം എന്തായിരുന്നു? കേവലമായ ആരാധന അനുഷ്ഠാനങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി അല്ലല്ലോ അദ്ദേഹം വന്നത്. ആരാധനകളും അനുഷ്ഠാനങ്ങളും പ്രാർത്ഥനകളും മനുഷ്യന്റെ ആത്മീയമായ ശുദ്ധീകരണത്തിനും ആത്മീയമായ മുക്തിക്കും മാർഗമാണ് എന്നുള്ളതുപോലെ തന്നെ ആത്മീയ മുക്തി കൈവരിച്ച, ആത്മീയ സംസ്കരണം കൈവരിച്ച, ദൈവവുമായി സുദൃഢമായ ബന്ധം നേടിയെടുത്ത വ്യക്തി എന്ത് ചെയ്യണം എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരമാണ് ഭൂമിയിൽ അടിച്ചമർത്തപ്പെട്ടവർക്ക് ആഭിജാത്യം നൽകാൻ നാം ആഗ്രഹിക്കും. ആര്? ദൈവം പറയണം, അള്ള പറയാൻ നാം ആഗ്രഹിക്കുന്നു എന്ന്. അത് പറയാനുള്ള പശ്ചാത്തലം എന്താ? ഇന്ന ഫിരൗന ഈജിപ്തിൽ ഫറോവ അധികാരിയായിരിക്കുന്നു. അതിനെന്താ നിങ്ങൾക്ക് കുഴപ്പം? ഈജിപ്തിൽ ഫറോവ അധികാരിയായാൽ നിങ്ങൾക്ക് എന്താ കുഴപ്പം? ഇസ്രായേൽ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നേതൃത്വത്തിൽ പലസ്തീൻ അധിനിവേശം നടത്തിയ ഹമാസിന് എന്താ പ്രശ്നം?
അവരതിന് ശേഷം പറഞ്ഞു, നിങ്ങൾക്ക് നിസ്കരിക്കാൻ പറ്റാ പോലെ ബൈത്തുൽ മുഖദ്ദസിൽ നിസ്കരിച്ചോ, നിങ്ങൾ ജെറുസലേമിലെ ഏത് പള്ളിയിൽ വേണം നിസ്കരിച്ചോ, എന്തിനാണ് ഈ സയനിസത്തെ എതിർക്കുന്നത് എന്ന് ഇന്ന് കേരളത്തിലുള്ള ഇടതുപക്ഷക്കാർ ചോദിക്കുന്ന. ചുണ്ടങ്ങ കൊടുത്ത് വഴുതനങ്ങ വാങ്ങി എന്നാണ് ഒക്ടോബർ 7 തൂഫാൻ അക്സയുടെ സന്ദർഭത്തിൽ പുരോഗമന ഇടതുപക്ഷവും പുരോഗമന ലിബറലിസ്റ്റുകളും എല്ലാം ആർക്കു വേണ്ടി സംസാരിക്കുന്ന, ഈ ജനറൽ ന്യൂട്രാലിറ്റിക്ക് വേണ്ടി സംസാരിക്കുന്ന, ഹോമോസെക്ഷുവാലിറ്റികളുടെ അവകാശത്തിന് വേണ്ടി സംസാരിക്കുന്ന ആളുകൾ എന്താണ് ഫലസ്തീന്റെ വിമോചന പോരാട്ടത്തെ സംബന്ധിച്ച് നിശംസിച്ചുകൊണ്ടുള്ള വർത്തമാനങ്ങൾ, പ്രസ്താവനകൾ പുറപ്പെടുവിച്ചത് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഫലസ്തീന് വിമോചനം വേണം, പക്ഷേ ഹമാസിന്റെ തീവ്രവാദത്തിലൂടെ പറ്റില്ല എന്ന രീതിയിൽ പുരോഗമന കേരളത്തിൽ നിന്ന് വരെയും പ്രസ്താവനകൾ ഉണ്ടാകുകയുണ്ടായി. എന്താണ് മൂസ അലൈഹി ഇസ്ലാം പറഞ്ഞത്? അദ്ദേഹം അവിടെ ധിക്കാരം കാണിച്ചിരിക്കുന്നു ഫറോവ. അതുകൊണ്ട് ഫറോവയുടെ ആധിപത്യത്തിൽ നിന്ന് ഈ ജനതയെ വിമോചിപ്പിക്കേണ്ടത് നമ്മൾ ഈ ഭൂമിയിൽ അവർക്ക് ആഭിജാത്യം കൊടുക്കുവാൻ നാം ആഗ്രഹിക്കുന്നു. അവർക്ക് ഇവിടുത്തെ അനന്തരാവകാശം, ഈജിപ്തിന്റെ അനന്തരാവകാശം കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. അതിന്റെ മാർഗത്തിലെ തടസ്സമാണ് ഫറോവയുടെ ഏകാധിപത്യം, ഫറോവയുടെ സ്വേച്ഛാധിപത്യം. ഫറോവയും ചോദ്യം ചെയ്തത്, ഞാനല്ലാത്തൊരു നായകൻ, നാഥൻ നിങ്ങൾക്കാരാണുള്ളത്? ഞാനല്ലാത്തൊരു ചക്രവർത്തിയും ദൈവവും ഇവിടെ ഇല്ല, ഞാനല്ലാത്ത വേറെ ഒരു ദൈവവും ഈ നാട്ടിൽ ഇല്ല. അതുകൊണ്ട് യാ ഹാമാൻ, ഹാമാൻ എനിക്ക് വേണ്ടി ഒരു ഗോപുരം താങ്കൾ മൂസയുടെ ദൈവത്തെ ഞാനൊന്ന് നോക്കട്ടെ എന്ന് പരിഹാസ രൂപേണ പറഞ്ഞ ഫറോവയെ ചെങ്കടലിൽ മുറ്റിക്കൊന്ന, എന്നിട്ട് എന്താണ് ഈജിപ്തിയർക്ക് വിമോചനം, ഇസ്രായേലിയർക്ക് വിമോചനം ഉണ്ടാക്കി കൊടുത്ത മഹത്തായ ചരിത്ര സ്മരണ കടന്നു വരുന്ന സന്ദർഭമാണ് ഈ മുഹറം മാസം. മുഹറം 10 ആശുറായിലാണ് ഈ വിമോചനം ഉണ്ടായത്. മഹാനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജറ അനുസ്മരിക്കുന്ന ഘട്ടമാണ്. എന്തിനാണ് ഹിജറ പ്രവാചകൻ ചെയ്തത്? സ്വർഗം കിട്ടാനാണ് മതം എങ്കിൽ മക്കയിൽ പ്രാർത്ഥിച്ചാൽ, മക്ക എന്ന് പറഞ്ഞ കാഴ്ചയുള്ള സ്ഥലമാണ്, അവിടെ പ്രാർത്ഥിച്ച് സ്വർഗം നേടിയാൽ പോരെ? എന്തിനാണ് മദീനയിലേക്ക് കഷ്ടപ്പെട്ട് ഈ ഹിജറ നടത്തി ആരും പുറത്താക്കിയതൊന്നുമല്ലല്ലോ, അവിടെ ഞാൻ പുറത്താക്കിയതൊന്നുമല്ല. മക്കാർ ഇവിടെ നിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞൊന്നുമില്ല. പീഡനങ്ങളൊക്കെ ഇല്ല, പീഡനങ്ങളേറ്റ് രക്തസാക്ഷിയാവലല്ലേ സ്വർഗം കിട്ടാനുള്ള ഏറ്റവും വലിയ വഴി. അങ്ങനെ സ്വർഗം ഉണ്ടാക്കി കൊടുക്കുവാൻ പണി മാത്രമല്ല ഇസ്ലാമിനുള്ളത്. അങ്ങനെയായിരുന്നുവെങ്കിൽ തന്റെ പാവങ്ങളായ സഹാബാക്കളെയും കൂട്ടി പ്രവാചകൻ മദീനയിലേക്ക് പോകേണ്ടതില്ലായിരുന്നു. മദീന ഹിജറയ്ക്ക് തൊട്ടു മുമ്പ് അബിസീനിയൻ പലായനത്തിന്റെ ഘട്ടത്തിൽ, തായിഫ് പലായനത്തിന്റെ ഘട്ടത്തിൽ ഖുർആനിൽ അവതരിച്ച കാര്യങ്ങളൊക്കെ ഇപ്പോഴും കിടക്കേണ്ടത്. എന്താണ്? ربي أدخلني مدخل صدق وأخرجني مخرج صدق واجعل لي من لدنك سلطانا نصيرا وقال الحق وزهق الباطل إن الباطل كان زهوقا وقل جاء الحق وزهق الباطل إن الباطل كان زهوقا. ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്ന ദൈവശാസ്ത്രത്തിന്റെ തിയോളജിയുടെ അത് ജീവിതത്തെ എങ്ങനെ സമഗ്രമായി ഉൾക്കൊള്ളുന്നു എന്നുള്ളതിന്റെ ഏറ്റവും മഹത്തായ മാതൃകയാണ്. എന്താണത്? പ്രവാചകൻ പ്രാർത്ഥിക്കുകയാണ്, പടച്ചവനെ സത്യം പുറത്താക്കപ്പെട്ടിടത്ത് നിന്ന് എന്നെ പുറത്താക്കണമേ, സത്യത്തിന് പ്രവേശനം നൽകപ്പെട്ടിടത്തേക്ക് എന്നെയും പ്രവേശിക്കാൻ അനുവദിക്കണമേ, നിന്നിൽ നിന്നും സഹായകമായ ഒരു അധികാരം നീ എനിക്ക് നൽകണമേ. പ്രവാചകനോടൊന്ന് പറയുകയാണ്, പ്രഖ്യാപിക്കുക പ്രവാചകരെ, സത്യം വന്നിരിക്കുന്നു, മിഥ്യ തകർന്നിരിക്കുന്നു, ഇന്നൽ ബാത്തില കാന സഹൂഖ, സകല മിഥ്യകളും തകരാനുള്ളതാണ്. ഈ പ്രഖ്യാപനം നടന്ന് 10 വർഷം പൂർത്തിയാകുമ്പോൾ മഹാനായ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവർത്തനത്തിന്റെ ഫലമായി കൊണ്ട് അറേബ്യൻ ഉപദ്വീപ് ഇസ്ലാമിക സാമ്രാജ്യത്തിന്റെ കൊടിക്കീഴിലേക്ക് വന്നു. പ്രവാചകനെ എതിർത്ത എല്ലാവരും പരാജയം സമ്മതിച്ച് ഞങ്ങൾ ഇനി എന്ത് ആകും എന്ന് വിചാരിച്ചു. അവരോട് പ്രവാചകൻ പറഞ്ഞു, ഇതാവോ അന്തുമുത്തുലഖ ലാ തസ്രീബാലൈക്കും യൗം, പോയിക്കൊള്ളുക, സ്വതന്ത്രരായി പോയിക്കൊള്ളുക, ശത്രുവിനും സ്വാതന്ത്ര്യം, നിങ്ങൾക്ക് നേരിടുന്ന ഒരു പ്രതിക്രിയ നടപടിയും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിന്റെ വിമോചനം പ്രഖ്യാപിച്ചു. ഇസ്ലാം വന്നു കഴിഞ്ഞാൽ അന്യമതസ്ഥരൊക്കെ എന്ത് ചെയ്യും? അങ്ങനെയാണ് പ്രചാരണം. നിലമ്പൂർ ഇലക്ഷൻ വന്നു കഴിഞ്ഞപ്പോൾ ഷൗക്കത്ത് ജയിച്ചു കഴിഞ്ഞാൽ നിലമ്പൂർ മണ്ഡലത്തെ ഇവർ ഇഖാമത്തുദ്ദീൻ ഉണ്ടാക്കി മതരാഷ്ട്രമാക്കി കളയും. ഇവിടെയുള്ള അമുസ്ലിങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ല, ഇവിടെയുള്ള അമുസ്ലിങ്ങൾക്ക് ഈ നാട് വിട്ടു പോകേണ്ടി വരും. ഇതൊക്കെയാണ് ഇവരുടെ അജണ്ട എന്ന് പറഞ്ഞുകൊണ്ട് CPM അതിനെതിരെ രംഗത്ത് വന്നു, സംഘപരിവാർ അതിനെതിരെ രംഗത്ത് വന്നു, ചില മുസ്ലിം സംഘടനകളും അതിനെതിരെ രംഗത്ത് വന്നു. പുരോഗമന സംഘടനകൾ CPM-ന്റെ സിറാജിനെ അരിവാൾ നക്ഷത്രത്തിൽ വോട്ട് രേഖപ്പെടുത്തി വിജയിക്കപ്പെടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു പുരോഗമന സംഘടനയിലെ തലമുതിർന്ന പണ്ഡിതൻ
അവരുടെ കുടുംബയോഗത്തിൽ നിന്നുകൊണ്ട് പ്രസംഗിക്കാതെ ഇവരുടെ ലക്ഷ്യം മതരാഷ്ട്രം ഉണ്ടാക്കലാണ്. ഈ മതരാഷ്ട്രം ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഹിന്ദുക്കളെ ഇവിടെ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല, ക്രിസ്ത്യാനികളെ നിങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റില്ല. അതുകൊണ്ട് എം സ്വരാജിന് അനിവാര്യത്തിലെ നക്ഷത്രത്തിൽ വോട്ട് രേഖപ്പെടുത്തി വിജയിപ്പിക്കണം. അതുകൊണ്ട് തന്നെ അയാളുടെ വോട്ട് കുറെ പോയി. അതുകൊണ്ട് തന്നെ അയാളുടെ വോട്ട് കുറെ പോയി. സാംസ്കാരിക ബുദ്ധിജീവികളിൽ വന്ന 19 ആളുകൾ പോസ്റ്ററുകൾ ഇറക്കി. എനിക്ക് നിലമ്പൂരിൽ വോട്ടവകാശം ഉണ്ടായിരുന്നുവെങ്കിൽ ഞാൻ സ്വരാജ് സഖാവിന് വോട്ട് ചെയ്യുവാൻ കാരണം വായിക്കുന്ന നിലപാടിന്റെ രാജകുമാരൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സഖാവിനെ പുകഴ്ത്തി. അവര് അങ്ങനെ പോസ്റ്റർ ഇറക്കിയില്ലായിരുന്നുവെങ്കിൽ കുറെ ആളുകൾ, കാരണം ഈ സാംസ്കാരിക ബുദ്ധിജീവികളോട് കടുത്ത വിരോധമുള്ള ആളുകൾ കേരളത്തിലുണ്ട്. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാല് കേരളത്തിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നത്തിലും അവര് ഇടപെടില്ല. അവരിങ്ങനെ കഥ എഴുതും, കവിത എഴുതും, ലേഖനം എഴുതും, അതുപോലെ വലിയ നോവലുകൾ എഴുതും, എന്നിട്ട് അതിന്റെ പുരസ്കാരങ്ങൾ വാങ്ങും. ഈ പുരസ്കാരം കിട്ടുന്നതും സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് ഇവർക്ക് ഫെലോഷിപ്പുകൾ കിട്ടും. അതുകൊണ്ട് തന്നെ ഇവര് ജനങ്ങളുടെ ഒരു പ്രശ്നത്തിലും ഇടപെടില്ല. ഇങ്ങനെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഭരണകൂടത്തെ സൃഷ്ടിക്കുവാൻ വേണ്ടിയിട്ട് അങ്ങനെ അവര് എല്ലാവരും കൂടി പോസ്റ്റർ ഇറക്കിയപ്പോൾ കേരളത്തിലെ പ്രഗത്ഭനായ മാധ്യമ പ്രവർത്തകൻ പറഞ്ഞു, ഒന്നാം ഘട്ടം പോസ്റ്റർ വോട്ടുകൾ എണ്ണിക്കഴിഞ്ഞപ്പോൾ എം സ്വരാജ് തൊട്ടടുത്ത എതിർ സ്ഥാനാർത്ഥിയേക്കാൾ ബഹുദൂരം മുന്നിലാണ്. പക്ഷെ പോസ്റ്റർ വോട്ട് എണ്ണാൻ കഴിയില്ലല്ലോ. അപ്പൊ തോറ്റുപോയി. തോറ്റു കഴിഞ്ഞപ്പോ കേരളത്തിലെ സാംസ്കാരിക ലോകം ഇദ്ദേഹത്തെ ആദരിക്കാൻ വേണ്ടി തീരുമാനിച്ചു. സ്പെഷ്യൽ അവാർഡ് കൊടുക്കാൻ തീരുമാനിച്ചു. അവാർഡ് കൊടുക്കാൻ തീരുമാനിച്ചപ്പോഴാണ് ഇദ്ദേഹത്തിന്റെ പുസ്തകം എല്ലാവരും വായിക്കാൻ തുടങ്ങിയത്. ചില ദോഷൈക ദൃക്കുകളായ ആളുകൾ, സാംസ്കാരിക ബോധമില്ലാത്ത ഭൂഷാകൾ ഈ പുസ്തകം വായിച്ചിട്ട് വിക്കിപീഡിയയിൽ നിന്ന് അദ്ദേഹം എടുത്തു വച്ച ചില പദങ്ങൾ ഇതിന്റെ അത് കണ്ടു. ഭാഗങ്ങൾ സ്വന്തമായ ഒന്നും അല്ല. കട്ട് ആൻഡ് പേസ്റ്റ്, സഖാവ് കട്ട് ആൻഡ് പേസ്റ്റ് എന്നാണ് അദ്ദേഹത്തെ പറ്റി പറയുന്നത്. കട്ട് പേസ്റ്റ് ചെയ്യുക. നമ്മുടെ കുട്ടികളൊക്കെ അസൈൻമെന്റുകൾ ചെയ്യാറുണ്ട്. ടീച്ചർ പറഞ്ഞു വരും, ജലദിനത്തെ സംബന്ധിച്ച് അസൈൻമെന്റ് ഉണ്ടാക്കണം, പരിസ്ഥിതി ദിനത്തെ സംബന്ധിച്ച് അസൈൻമെന്റ് ഉണ്ടാക്കണം. അപ്പൊ എഐയോട് പറയും, എനിക്കൊരു അസൈൻമെന്റ് തരാമോ, എന്തിനെ പറ്റിയാ വേണ്ടത് മോളെ ചോദിക്കും. അപ്പൊ എനിക്ക് ജലദിനത്തെ പറ്റിയിട്ടാണ്, പരിസ്ഥിതി ദിനത്തെ പറ്റിയിട്ടാണ്, അല്ലെങ്കിൽ ഭീകരവാദത്തെ പറ്റിയിട്ടാണ്, സെക്യുലറിസത്തെ പറ്റിയിട്ടാണ്. കവിത എഴുതാൻ പറഞ്ഞാൽ പോലും എന്നിട്ട് കുറെ എഡിറ്റ് ചെയ്ത് കൊടുത്താൽ ടീച്ചർമാർ ഇങ്ങനെയാണ്. ഇതേപോലെ പുസ്തകം എഴുതി വിറ്റ് ആരും അത് വായിച്ചിട്ടില്ല. ഈ അവാർഡ് കൊടുത്തവർ പോലും വായിച്ചിട്ടില്ല, ജൂറി പോലും വായിച്ചിട്ടില്ല. വായിച്ചതാരാണ്? പ്രതിപക്ഷത്തുള്ള സാംസ്കാരിക ബോധമുള്ള ഊർഷകൾ വായിച്ചു കഴിഞ്ഞപ്പോഴേക്കോ ഇത് കട്ടെടുത്തതാണ്. കട്ട് ആൻഡ് പേസ്റ്റ് ആണ്. കട്ട് ആൻഡ് പേസ്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ ഈ മാർക്സിസത്തിന്റെ ഒരു ചരിത്രം പരിശോധിച്ച് നോക്കുമ്പോൾ മതത്തെ പറ്റി എന്ന പുസ്തകമുണ്ട്. പണ്ടുള്ള ആളുകളൊക്കെ അത് വായിപ്പെട്ട കമ്മ്യൂണിസ്റ്റുകളൊന്നും വായിച്ചിട്ടുണ്ടാവില്ല. ഈ ഏംഗൽസും മാർക്സും കൂടി എഴുതിയ പ്രബന്ധങ്ങളുടെ സമാഹാരമാണ്. അതിന്റെ അകത്ത് പറയുന്നുണ്ട്, മാർക്സിന് ഈ ആശയം കിട്ടിയത്, മാർക്സിസം എന്ന ആശയം കിട്ടിയത്, സോഷ്യലിസം എന്ന ആശയം കിട്ടിയത് അവിടെ നിന്നാണ്? ചർച്ചിൽ നിന്നാണ്, ബൈബിളിൽ നിന്നാണ്. കാരണം ബൈബിളിൽ യേശു ക്രിസ്തുവിനെ പറ്റി അവതരിപ്പിക്കുന്ന മനോഹരമായ രംഗമുണ്ട്. ദേവാലയത്തിലേക്ക് കടന്നു ചെന്നു, എന്നിട്ട് അദ്ദേഹത്തിന്റെ കയ്യിലുള്ള ചാട്ടവാറ് കൊണ്ട്, അല്ലയോ പരീക്ഷന്മാരെ, പുരോഹിതന്മാരെ, ചുങ്കക്കാരെ, പലിശക്കാരെ, ദൈവരാജ്യത്ത് നിങ്ങൾ ഇറങ്ങിപ്പോകൂ, നിങ്ങൾക്ക് ഇത് നിഷിദ്ധമാണ് എന്ന് പറഞ്ഞു. മാത്രവുമല്ല ഈ സമ്പന്നൻ ദൈവരാജ്യം പുൽകുകയില്ല, ഭൂഷ ദൈവരാജ്യം പുൽകുകയില്ല. ഏതുവരെ? ഒട്ടകം സൂചിക്കുഴയിലൂടെ കടന്നാൽ പോലും. കാരണം നടക്കാത്ത കാര്യമാണ്. അപ്പൊ അതിൽ നിന്നാണ് ഈ വിപ്ലവം, സോഷ്യലിസം കിട്ടിയത്. അപ്പൊ അവിടെ നിന്ന് കട്ട് ചെയ്താണ് ഇവിടെ പേസ്റ്റ് ആക്കിയത്. അല്ലാതെ ഇദ്ദേഹം ചിന്തിച്ചുണ്ടാക്കിയെടുത്തൊന്നും അല്ല ഈ സോഷ്യലിസം എന്ന് പറയുന്നത്. കാരണം ഇതിനു മുമ്പ് ലോകത്ത് ഇല്ലാത്തവർക്ക് വേണ്ടിയുള്ള ശബ്ദം ഉണ്ടായിട്ടുണ്ട്. യേശു ക്രിസ്തു. എന്നിട്ട് പിന്നെ പറയാണ് ഈ ചർച്ച് എന്ന് പറയുന്നത് സാധാരണക്കാരൻ. കാരണം ദൈവം യേശു ക്രിസ്തു ഈ ചർച്ചിൽ നിന്ന് ഈ പറയപ്പെട്ട ഭൂഷാസികളെയൊക്കെ അടിച്ചു പുറത്താക്കിയിട്ട് ആരെ കയറ്റിയിരുത്തി? അടിമകളെ, വേശ്യകളെ, സാധാരണക്കാരെ, തൊഴിലാളികളെ, ആശാരിപ്പണിക്കാരെയൊക്കെ കൊണ്ടുവന്നിരുത്തി അവരെ ശുശ്രൂഷിച്ച് ശുദ്ധീകരിച്ച് അവരെ കൊണ്ടുവരിക സാമൂഹ്യ വിപ്ലവവുമായി മുന്നോട്ട് പോകാൻ തുടങ്ങിയപ്പോഴാണ് റോമൻ എംപയർ ഇടപെടുന്നത്. അന്നത് ജൂതന്മാരെ കൊണ്ട് ജഡ്ജിയായ പിലാത്തോസിനെ കൊണ്ട് ഇദ്ദേഹത്തെ ക്രൂശിക്കണം എന്നുള്ള വിധി ഉണ്ടാക്കിയെടുത്തത്. അപ്പൊ അതുകൊണ്ട് ഈ ചർച്ചിനോട് ഇന്ന് ഏറ്റവും യേശു ക്രിസ്തു സ്ഥാപിച്ച ദേവാലയത്തോടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന നമ്മുടെ ലോക്കൽ കമ്മിറ്റികളാണ്. കാരണം ലോക്കൽ കമ്മിറ്റികൾ എന്ത് പറഞ്ഞാലും വേണ്ടില്ല, രാജ്യത്തെ ജമാഅത്തെ ഇസ്ലാമിക്കാരെ നിങ്ങൾ സ്കോർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഈ ലോക്കൽ കമ്മിറ്റിയിലുള്ള പ്രവർത്തകർ സാധാരണക്കാരായ ആളുകളെയൊക്കെ എന്ത് ചെയ്തിരിക്കും? ചെന്ന് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ഇടപെട്ടിരിക്കും. അതുപോലെ തന്നെ അവരുമായി ബന്ധപ്പെട്ട് സംസാരിച്ചുകൊണ്ടിരിക്കും. ഒരു നാട്ടിനെ പറ്റിയിട്ട് അവരുടെ ഏറ്റവും ദുർബലൻ ആരാണെന്ന് കണ്ടെത്താൻ പണ്ട് കമ്മ്യൂണിസ്റ്റുകാരായി.
ചർച്ചിനോട് ഏറ്റവും യോജിച്ച് ഇന്ന് നിൽക്കുന്നത് ഇന്നത്തെ ചർച്ചല്ല, നമ്മുടെ പാർട്ടി കമ്മിറ്റി, ലോക്കൽ കമ്മിറ്റി ഓഫീസുകളാണ്, വാർഡ് കമ്മിറ്റി ഓഫീസുകളാണ്. പുരോഹിതന്മാരെക്കാളും എപ്പിസ്കോപ്പന്മാരെക്കാളും ഒക്കെ പ്രാധാന്യം നാട്ടിൽ ഉള്ളതാർക്കാണ്? പാർട്ടിയുടെ സെക്രട്ടറിക്കാണ്. ലോക്കൽ സെക്രട്ടറി മുതൽ ഇന്റർനാഷണൽ സെക്രട്ടറി വരെയുള്ള ആളുകൾക്ക്. അപ്പൊ അതും എന്ത് ചെയ്താണ്? കോപ്പി പേസ്റ്റ് എന്നുള്ളത് ഇവരുടെ ഒരു പ്രത്യയശാസ്ത്രപരമായ ഒരു പ്രശ്നം ആണ് എന്ന് ഈ പുസ്തകം വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. അതുകൊണ്ട് മതത്തിന്റെ അനുഭവം എന്ന് പറഞ്ഞാൽ സമൂഹത്തിലെ തിന്മകൾക്കെതിരായ പോരാട്ടത്തിന്റെയും നമ്മൾ സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏർപ്പെടുക എന്നുള്ളതുമായിരുന്നു. പ്രവാചകൻ മദീനയിലേക്ക് ഹിജറ പോയതിനെ പറ്റി സുൽത്താനത്തിന് സഹായകമായ ഒരു അധികാരം വേണം. ആ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പ്രവാചകൻ തന്നെ പറയുകയാണ്, ഖുർആൻ കൊണ്ട് നീക്കാത്ത കാര്യം പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലാക്കി അധികാരമുണ്ടെങ്കിൽ എനിക്ക് നീക്കാൻ കഴിയുമെന്ന്. സമൂഹത്തിലെ തിന്മകളെ നിർമ്മാർജ്ജനം ചെയ്യുവാൻ പലിശ, ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ നേരത്തെ സൂചിപ്പിച്ച ആത്മീയമായ തിന്മയായാലും ശരി, ഭൗതികമായ, സാമൂഹികമായ, സാമ്പത്തിക, രാഷ്ട്രീയ തിന്മകളായിരുന്നാലും ശരി, അധികാരം കൊണ്ടാണ് നീക്കാൻ കഴിയുക. അതുകൊണ്ടാണ് പ്രവാചകൻ സഹായകമായ അധികാരം നൽകണമേ എന്ന് ഹിജ്റയ്ക്ക് പുറപ്പെടുന്നതിന് മുമ്പ് പ്രാർത്ഥിച്ചത് എന്നും, ഹിജ്റ ചെയ്ത് അവിടെ എത്തിയിട്ട് പ്രവാചകൻ ചെയ്തത് എന്താണ്? ഒരു കരാർ ഉണ്ടാക്കി. രാഷ്ട്രീയ കരാറാണ്. ആ രാഷ്ട്രീയ കരാർ എന്ന് പറയുന്ന പേരാണ് എന്താണ്? ഈ മദീന ചാർട്ടർ, സഹീഫത്തു മദീന പത്രിക. ആ പത്രികയിൽ ഒപ്പിട്ടവരാരൊക്കെയാണ്? അൻസാരികളും മുഹാജിറുകളും മാത്രമല്ല, അവിടെ ഉണ്ടായിരുന്ന ജൂത, ക്രൈസ്തവ ഗോത്രങ്ങളുടെ തലവന്മാരെല്ലാം ഒപ്പിട്ടു. ഉമ്മത്തിൻ വായി നമ്മൾ ഒരൊറ്റ രാഷ്ട്രമാണ്. രാഷ്ട്രത്തിന്റെ ഭരണാധികാരിയാണ് ആര്? പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകന്റെ രാഷ്ട്രം എന്ത് രാഷ്ട്രമായിരുന്നു? മതരാഷ്ട്രം ആയിരുന്നു എന്ന് പറയാൻ കഴിയുമോ? സിവിൽ രാഷ്ട്രമായിരുന്നു. അവിടുത്തെ പൗരന്മാർ മുസ്ലിങ്ങൾ മാത്രമായിരുന്നു. അവിടെ മസ്ജിദുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അല്ല എന്നുള്ളതാണ് ചരിത്രം. പിന്നെ എങ്ങനെയാണ് ഈ മതരാഷ്ട്രം എന്ന കാഴ്ചപ്പാട് ഉയർന്നത്? ഇസ്ലാമിക നാഗരികതയുടെ ചരിത്രത്തിൽ അങ്ങനെ ഒരു അനുഭവമേ ഉണ്ടായിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ഈ മതരാഷ്ട്രം ഉണ്ടായത്? മതരാഷ്ട്രം എന്നുള്ളത് 15, 16, 17 നൂറ്റാണ്ടുകളിൽ യൂറോപ്പിൽ ഉണ്ടായിരുന്നു. അതിനു മുമ്പും റോമൻ സാമ്രാജ്യത്തിന്റെ ചരിത്രം മുതൽ നമുക്ക് ബൈസാന്റിയൻ സാമ്രാജ്യത്തിന്റെ ചരിത്രം പരിശോധിച്ചു നോക്കിയാൽ ഈ രാജാവ് സീസറും അതുപോലെ തന്നെ ചർച്ചും ചേർന്നുകൊണ്ടുള്ള ഈ ഒരു കൂട്ടുഭരണം ഉണ്ടായി. പുരോഹിതനും ഭരണാധികാരിയും അതിനുവേണ്ടി ഒരു സിദ്ധാന്തം ഉണ്ടാക്കി. ദൈവത്തിനുള്ളത് ദൈവത്തിന്, സീസർക്കുള്ളത് സീസറിന്. ഇത് ഇസ്ലാമിൽ പരിചയമല്ല. എന്നിട്ട് എന്ത് ചെയ്യും? പുരോഹിതനൊരു നിയമം ഉണ്ടാക്കും, പ്രമുഖന്മാർ അത് അംഗീകരിക്കും, രാജാവ് നടപ്പാക്കും. ആരെങ്കിലും അതിനെ ചോദ്യം ചെയ്താൽ പുരോഹിതന്റെ നിയമത്തെ ചോദ്യം ചെയ്തവൻ ദൈവത്തെ നിന്ദിച്ചവനാണ്. യേശു ക്രിസ്തുവിനെ തൂക്കിലേറ്റാനുള്ള കാരണം അതായിരുന്നു. യേശു ക്രിസ്തുവിനെതിരായി റോമൻ സാമ്രാജ്യം ഇടപെടാൻ കാരണം റോമൻ അധികാരത്തെ അദ്ദേഹം ചോദ്യം ചെയ്തു. അതുപോലെ തന്നെ ജൂത പൗരോഹിത്യത്തെ അദ്ദേഹം ചോദ്യം ചെയ്തു. പൗരോഹിത്യത്തെ പറ്റി യേശു ക്രിസ്തു പറഞ്ഞ എന്താണ്? നമ്മുടെ ബൈബിളിൽ ഉണ്ട്. പുരോഹിതന്മാരെ, പരീശന്മാരെ, നിങ്ങൾ വെള്ളമേറ്റ ശവക്കല്ലറകൾ പോലെയാണ്. പുറമേ അത് തിങ്ങി വിളങ്ങി നിൽക്കുന്നു, അകത്തോ പുഴുക്കളാണ്, ദുർഗന്ധമാണ്. ശവക്കോട്ട തുറന്നാൽ പുഴക്കളുടെ ദുർഗന്ധത്തിന്റെ വാസ്താണ്. ഈ പൗരോഹിത്യം യേശു നിലനിന്നാൽ ശരിയാവില്ല എന്നുള്ളത് കൊണ്ട് ക്രൂശിക്കുവാൻ വേണ്ടി തീരുമാനിച്ചത്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ആ അനുഭവം യൂറോപ്പിലുണ്ടായി. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ കാരണങ്ങളെ പറ്റി പറയുന്നുണ്ട്. ഫ്രഞ്ചിൽ 3 എസ്റ്റേറ്റുകളായിരുന്നു ഉണ്ടായിരുന്നത്. 1 അധികാരികൾ, രാജാവ്. 2 എന്താണ്? പ്രഭുക്കന്മാർ. 3 പുരോഹിതന്മാർ. പുരോഹിതൻ നിയമം ഉണ്ടാക്കും, പ്രഭുക്കൾ അത് കയ്യടിക്കും, രാജാവ് നടപ്പാക്കും. ഇതിനെതിരായി സമത്വം, സ്വാതന്ത്ര്യം, ജനാധിപത്യം പോലെയുള്ള ആധുനിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നടന്ന വിപ്ലവമാണ് ഫ്രഞ്ച് വിപ്ലവം. സമത്വം, സ്വാതന്ത്ര്യം, ജനാധിപത്യം തുടങ്ങിയിട്ടുള്ള വിപ്ലവ പുരോഗമന മൂല്യങ്ങൾ. എന്നാൽ ഈ ഫ്രഞ്ച് വിപ്ലവം നടക്കുന്ന കാലത്തും 6ാം നൂറ്റാണ്ട് മുതൽ ഉള്ള ഇസ്ലാമിക സാമ്രാജ്യത്തിന്റെ അനുഭവം എന്താണ്? മനുഷ്യർ തുല്യരാണ്, സമത്വം, സാഹോദര്യം, ജാതീയത, വംശീയതയ്ക്കെതിരായ ശക്തമായ നിലപാടായി അല്ലയോ ജനങ്ങളെ. അങ്ങനെ തുടങ്ങി ഇസ്ലാമിന്റെ മനുഷ്യരെ സംബന്ധിച്ച്, ലോകത്തെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാട് എന്ന് പറഞ്ഞാൽ ഏകലോക മാനവികതയാണ്. ഇസ്ലാം രാഷ്ട്രീയമായ ആധിപത്യം നേടിയ സന്ദർഭത്തിൽ ഇസ്ലാമിക സാമ്രാജ്യത്തിന്റെ കീഴിൽ എല്ലാ മതവിഭാഗങ്ങളും ഉണ്ടായിരുന്നു. ജൂതന്മാർക്കെതിരായ പീഡനം യൂറോപ്പിൽ സാർവത്രികമായിരുന്ന കാലഘട്ടത്തിൽ സ്പെയിനിൽ മുസ്ലിങ്ങളോടൊപ്പം അവർ സാഹോദര്യത്തോടു കൂടി ജീവിച്ചു. 14ാം നൂറ്റാണ്ടിന്റെ അവസ്ഥയാണ് 15ാം നൂറ്റാണ്ടിന്റെ അവസ്ഥ. ഈജിപ്തിൽ ക്രൈസ്തവരും ജൂതന്മാരും മുസ്ലിങ്ങളും ഒരുപോലെ ജീവിച്ചു. ഇന്ന് സംഘർഷഭരിതമായി തീരുന്ന ഫലസ്തീനിൽ ഇസ്രായേൽ പിന്നീടുള്ള 48-ലാണ് ഇസ്രായേൽ രാഷ്ട്രം ഉണ്ടാവുന്നത്. അതും ഇസ്രായേൽ എന്ന് പറഞ്ഞ രാഷ്ട്രം അവിടെ ഉണ്ടായിരുന്നില്ല.
ആ രാഷ്ട്രം ഉണ്ടാകുകയും അവിടെ ഈ ബഹുസ്വരതയുടെ ഏറ്റവും മനോഹരമായ ദൃശ്യം. ഇന്നും ലോകത്ത് ഏറ്റവും സുരക്ഷിതരായി ജൂതന്മാരുള്ളത് ഇസ്രായേലിലല്ല, തുർക്കിയിൽ ജൂതന്മാരുണ്ട്. ഇറാനിൽ ഏറ്റവും സുരക്ഷിതരായി കഴിയുന്നു. അറബ് നാടുകളിൽ എല്ലായിടത്തും ഉണ്ട്. അവർക്കെതിരെ മുസ്ലിങ്ങൾ ഒരു അർത്ഥത്തിനുമുള്ള ആക്രമണം അഴിച്ചുവിടുന്നില്ല. ഈ സ്പെയിൻ, പോർച്ചുഗീസ്, സ്പാനിഷ് ചക്രവർത്തി എസബല്ലാക്കി ഫെർഡിനാൻഡ് രാജാവ് കീഴടക്കിയതിനു ശേഷം 5 ലക്ഷത്തോളം ജൂതന്മാരെ അവർ ഒന്നൊരുക്കി കളഞ്ഞു എന്നുള്ളതാണ് ചരിത്രം പറയുന്നത്. ആരാണ് ജൂതന്മാരെ ഈ രീതിയിലാക്കി തീർത്തത്? ജർമ്മനി, ഇറ്റലി, അതുപോലെ തന്നെ യൂറോപ്യൻ നാടുകളിൽ ആകമാനം ജൂതന്മാർക്കെതിരായ വംശീയ ഉന്മൂലന പദ്ധതികൾ നടന്ന സന്ദർഭത്തിൽ മുസ്ലിങ്ങൾ അവർക്ക് അഭയം കൊടുക്കുകയായിരുന്നു. ഇറ്റലിയിൽ നിന്ന് നാട് വിട്ട് രക്ഷപ്പെട്ടു വന്ന ഈ ആളുകൾക്ക് ഫലസ്തീനിലും പരിസര പ്രദേശങ്ങളിലും ഒക്കെ അഭയം കൊടുത്തവരാണ് അറബികൾ. ഈ അഭയം കൊടുത്ത, പാല് കൊടുത്ത കൈക്ക് കൊട്ടുക എന്നുള്ള ഒരു പ്രയോഗമുണ്ട്. അതിന് സമാനമായ അവസ്ഥയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, ഇസ്ലാമിനെ ഈ ഒരു ആശയത്തിൽ നിന്നുകൊണ്ട് പ്രതിനിധീകരിക്കുന്ന ജീവിതത്തിന്റെ ആത്മീയ മുക്തിയുടെയും രാഷ്ട്രീയ വിമോചനത്തിന്റെയും സാമ്പത്തികമായ അവകാശങ്ങൾ സംരക്ഷിച്ചു കൊടുക്കുവാനും പര്യാപ്തമായ ഒരു വ്യവസ്ഥയാണ് ഇസ്ലാം എന്ന് സിദ്ധാന്തിക്കുകയും അതിന് അനുരൂപമായ സാമൂഹ്യ നിർമ്മിതിക്ക് ആവശ്യമായ പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുന്ന പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് ജമാഅത്തെ ഇസ്ലാമിയെ സൈദ്ധാന്തിക അടിത്തറയെ സംബന്ധിച്ച് സൂചിപ്പിച്ചുകൊണ്ട് വിഷയത്തിന്റെ മറ്റൊരു വശത്തേക്ക് ഞാൻ പ്രവേശിക്കുകയാണ്. ഇപ്പൊ ജമാഅത്തെ ഇസ്ലാമിയാണ് പാലക്കാട് ഇലക്ഷന്റെ പശ്ചാത്തലത്തിലും കഴിഞ്ഞ ലോകസഭാ ഇലക്ഷന്റെ പശ്ചാത്തലം എല്ലാ പ്രശ്നത്തിന്റെ പിന്നിൽ ജമാഅത്തെ ഇസ്ലാമി എന്നായിരുന്നു. പിന്നിൽ ജമാഅത്ത് എന്ത് വന്നാലും പിന്നിൽ ജമാഅത്തെ ഇസ്ലാമി, പിന്നിൽ ജമാഅത്തെ ഇസ്ലാമി എന്നായിരുന്നു. എന്ന് പറഞ്ഞാൽ CPM-ന് ഈ ജമാഅത്തെ ഇസ്ലാമിയോട് വിരോധം തുടങ്ങിയത് ഇപ്പൊ കേരളത്തിലെ എല്ലാ ആളുകൾക്കും അറിയാം ഇവന്മാർ പറയുന്നത് സുത്ത കള്ളമാണ് എന്നുള്ളത്. കാരണം ഇവരെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയെ വിമർശിക്കുക എന്നുള്ള അവർക്ക് ജമാഅത്തിന്റെ രാഷ്ട്രീയ പിന്തുണ ഇല്ലാതെ പോയതുകൊണ്ടാണ്. രാഷ്ട്രീയ പിന്തുണ കൊടുത്ത കാലഘട്ടത്തിൽ എന്തായിരുന്നു അവർക്ക് ജമാഅത്തെ ഇസ്ലാമിയെ പറ്റിയിട്ടുള്ള 1996 ഏപ്രിൽ 22-ന് ദേശാഭിമാനി പത്രം ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പൊ അവർ പറയേ അത് സത്യാനന്തരം എന്ന ഒരു സത്യാനന്തര എന്നാണ് ഈ ഇദ്ദേഹത്തിന്റെ വാരാന്ത പ്രഭാഷണങ്ങൾക്ക് എംസരാജ് പേരിട്ടത്. ശുദ്ധാസമ്മതമാണ് ആ പദം. സത്യാനന്തരം പോസ്റ്റ് ട്രൂത്ത് എന്നാണ്. പോസ്റ്റ് ട്രൂത്തിനെ സാമൂഹ്യ ശാസ്ത്രകാരന്മാർ നിർവചിച്ചിട്ടുള്ളത് എന്താണെന്ന് അറിയാമോ? ഒരു കാര്യം സ്ഥാപിക്കാൻ വസ്തുതകളുടെ പിൻബലം വേണ്ട, എന്തു നുണയും സത്യം പോലെ അവതരിപ്പിക്കും, തെളിവ് ചോദിക്കാൻ പാടില്ല. ഇതിനാണ് ഈ സത്യാനന്തരം പോസ്റ്റ് ട്രൂത്ത്. നമ്മുടെ ഈ കാലഘട്ടത്തിന്റെ പേരെന്താണ്? പോസ്റ്റ് ട്രൂത്ത് എറ എന്നാണ്. പോസ്റ്റ് ട്രൂത്ത് എറയുടെ കാലഘട്ടത്തിൽ എനിക്ക് നിങ്ങളോട് എന്തും പറയാം, തെളിവ് ചോദിക്കാൻ പാടില്ല. അങ്ങനെയാണത്. അങ്ങനെയാണ് ഷെരീഫ് സാഹിബ്, അദ്ദേഹം ശരിയല്ല. എന്താ കാരണം? അങ്ങനെ അതൊന്നും ചോദിക്കേണ്ട. അതിനാണ് ഈ പോസ്റ്റ് ട്രൂത്ത് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ആളാണ് ആര്? ഈ നിലപാടിന്റെ രാജകുമാരൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടുപോയ തോറ്റുപോയ MLA. തോൽവിയിൽ അദ്ദേഹം റെക്കോർഡ്. അതിന്റെ പിന്നിലൊക്കെ വേറെയും രാഷ്ട്രീയമുണ്ട്. അദ്ദേഹത്തെ ഇങ്ങനെ എന്തിനാ പിറവത്ത് നിർത്തി തോൽപ്പിച്ചു, ഇപ്പോ നിലമ്പൂരിൽ നിർത്തി ചോദിച്ചു, അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോൾ സ്വരാജ് മത്സരം ഇയാൾ പോയാല് ദേശാധ്യതയുള്ളിടത്ത്. കാരണം ഭരണകൂടത്തിന്റെ പ്രവർത്തനങ്ങളോട് വലിയ അനുകൂല തരംഗം നിലനിൽക്കുന്ന സന്ദർഭത്തിലാണ് നിലമ്പൂരിൽ ബൈ ഇലക്ഷൻ നടക്കുന്ന. ആ സമയത്ത് പോലും പിണറായി വിജയൻ സഖാവിന്റെ, മരുമോൻ സഖാവിന്റെ ഭരണ നേട്ടങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നിട്ടും 8 നിലയിൽ പൊട്ടിയ ഇയാളെ സ്ഥാനാർത്ഥിയാക്കാൻ പറ്റില്ല. കാരണം എന്തെങ്കിലും അറിയോ ബോധമൊക്കെ വെളിവൊക്കെയുള്ള ഒരു നേതാവാണ്. എന്തൊക്കെ നമുക്ക് അദ്ദേഹത്തെ പറ്റി വിമർശനം ഉണ്ടെങ്കിലും ജീവിച്ചിരിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരിൽ നിലപാടൊക്കെ ഉള്ള ആളാണ് അദ്ദേഹം. കാരണം ഒരു വിട്ടുവീഴ്ചയില്ല. ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് തോറ്റാനും വേണ്ടില്ല, വോട്ട് വേണ്ടെന്നാണ്. തോറ്റ വന്നപ്പോഴും പറഞ്ഞു ഇനിയും നിന്ന് ഞാനിത് പറയും, എനിക്ക് അവരുടെ വോട്ട്. ഇങ്ങനെയൊക്കെ ധൈര്യമായി പറയാൻ ആർക്കാ കഴിയുക? കാരണം 96 വരെ ഈ CPM-ന്റെ സകല നേതാക്കന്മാരും ചെയ്തിട്ടുണ്ട്, ജമാഅത്തിന്റെ വോട്ട് നേടിയിട്ടുണ്ട്. അവർക്കൊന്നും ഇല്ലാത്ത നിലപാട് ഇദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ 96 ദേശാഭിമാനി പത്രത്തില് തെരഞ്ഞെടുപ്പിന് മുമ്പ് തെരഞ്ഞെടുപ്പ് ശ്രദ്ധേയമായ 2 തീരുമാനങ്ങൾ. ആരെങ്കിലും വെട്ടിക്കോട്ടിൽ വാർത്ത കൊടുത്തതല്ല, അല്ലെങ്കിൽ ആരെങ്കിലും ലേഖനം എഴുതിയത്, എഡിറ്റോറിയലാണ് എഴുതിയത്. എഡിറ്റോറിയൽ എന്ന് വെച്ചാൽ CPM-ന്റെ നിലപാടാണ്. എന്താണ് ശ്രദ്ധേയമായ തീരുമാനം? ആഗോളവൽക്കരണം, ഉദാരവൽക്കരണം എന്നീ ഓമന പേരുകളിൽ PV നരസിംഹറാവുവിന്റെ സർക്കാർ നടപ്പിലാക്കി വരുന്ന സാമ്രാജ്യത്വാനുകൂല സാമ്പത്തിക പദ്ധതിക്കും മറ്റ് ജനവിരുദ്ധ നയങ്ങൾക്കുമെതിരെ എന്ന പോലെ ഹൈന്ദവ ഫാസിസ്റ്റ് ശക്തികൾക്കെതിരെയും ഇടതുപക്ഷ ജനാധിപത്യ മതനിരപേക്ഷ ശക്തികൾ നടത്തിപ്പോരുന്ന പ്രക്ഷോഭ സമരങ്ങൾ, ആ ശക്തികളുടെ രാഷ്ട്രീയ അടിത്തറ കൂടുതൽ
വ്യാപ്തമാക്കി തീർക്കുകയാണ്. ആശാവഹവും ആവേശകരവുമായി പ്രക്രിയ ത്വരിതപ്പെടുത്തുന്ന രണ്ട് സംഭവ വികാസങ്ങൾ കഴിഞ്ഞുപോയ വാരത്തിന്റെ അന്ത്യനാളുകളിൽ ഉണ്ടാവുകയാണ്. പറഞ്ഞു വന്നതെന്ന് ചോദിച്ചാൽ, വരുന്ന പൊതു തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് കേരളത്തിലെ ക്രിസ്തുമത പുരോഹിതന്മാരും ജമാഅത്തെ ഇസ്ലാമിയും കൈക്കൊണ്ട രാഷ്ട്രീയ തീരുമാനങ്ങളിലാണ് എന്റെ പശ്ചാത്തലത്തിലാണ് ഈ കാര്യം. അതാണ് വിവക്ഷ. ഇത്ര മനോഹരമ ജമാഅത്തുകാർ പോലും എന്തിനാ ഇങ്ങനെ നമ്മള് CPM വോട്ട് കൊടുക്കുന്നവർ മത നിഷേധികളല്ലേ, അതുപോലെ തന്നെ സകല തോന്നിവാസികളല്ലേ, നമ്മളൊക്കെ വളരെ പ്രയാസത്തോടു കൂടി കേട്ടിരുന്ന ആ നിലപാടിനെ പറ്റിയിട്ട് ഇത്ര ആത്മവിശ്വാസത്തോടു കൂടി പ്രബോധനത്തിൽ പോലും വരാത്ത ലേഖനം, മുഖലേഖനം, എഡിറ്റോറിയൽ പ്രസിദ്ധീകരിച്ച CPM ആണ് ഇവ പറയുന്നത് ജമാഅത്തെ ഇസ്ലാമി ചെകുത്താനാണ്. ജമാഅത്തെ ഇസ്ലാമി ആഗോള ഭീകരതയുടെ അച്ചുതണ്ടായ സയ്യിദ് മൗദൂദി ഉണ്ടാക്കിയ പാർട്ടിയാണ്. അവരുടെ തോളിൽ കൈയിട്ടുകൊണ്ടാണ് VD സതീശൻ നിലമ്പൂർക്ക് പോകുന്നത്. അതുകൊണ്ട് ഈ ജമാഅത്തെ ഇസ്ലാമി എന്ന ഭീകര പ്രസ്ഥാനവുമായി കൂട്ടുചേർന്നുകൊണ്ട് നേരത്തെ സൂചിപ്പിച്ച അമീർ ഹസൻ ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് നേരത്തെ ഒരു സ്ലോഗൻ ഈ ദേശായി മാനി പത്രവും CPM-ന്റെ സൈബർ ഗുണ്ടകളൊക്കെ ചേർത്ത് ഉണ്ടായിരുന്നു. അതിന്റെ തുടർച്ച എന്ന വണ്ണം എന്താണ് ഈ പറയുന്നത്? ചാനൽ ചർച്ചകളിൽ പറയുമ്പോൾ ഇപ്പൊ ഇവര് പാർട്ടി ജനകീയ മുന്നണി ജമാഅത്തെ ഇസ്ലാമി തെരഞ്ഞെടുപ്പില് നേരിട്ട ഒരു കണ്ടായിരുന്നു. ജനകീയ മുന്നണി ഉണ്ടായ സമയത്ത് കേരളത്തിൽ ഇത്ര സ്ഥലങ്ങളിൽ നിങ്ങൾ പഞ്ചായത്ത് ഭരണം ഒന്നിച്ചു കൊണ്ടുപോയിട്ടില്ലേ? അവർ മത്സരിച്ച സ്ഥലങ്ങളിൽ നിങ്ങൾ എന്തുകൊണ്ട് സ്ഥാനാർത്ഥിയെ നിർത്തിയില്ല? അതുപോലെ തന്നെ പാർട്ടി ഇവരൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഇവരുടെ പാർട്ടിയായ ഈ തീവ്രവാദം മതരാഷ്ട്രമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള പാർട്ടിയുമായിട്ട് നിങ്ങൾ സഹകരിച്ച് മുക്കത്ത് മത്സരിച്ചില്ലേ, മുക്കത്ത് ഭരിച്ചില്ലേ, ചേന്നമംഗലൂര് ഭരിച്ചില്ലേ, മക്കരപ്പറമ്പ് ഭരിച്ചില്ലേ, വേറൊരു സ്ഥലം ഭരിച്ചില്ല. അതിനെപ്പറ്റി നമ്മുടെ വിജയരാഘവൻ സഖാവ് പറയുകയാണ്, ഞാൻ മനസ്സിലാക്കിയിടത്തോളം വഴിക്കടവിൽ അങ്ങനെ ഒരു പഞ്ചായത്തെ പോലും ഇല്ലാതെ. ഒന്ന് ആലോചിച്ച് നോക്കി, അങ്ങനെ പഞ്ചായത്ത് ഇതൊക്കെ ആരോടാ പറയുന്നത്? പ്രിയപ്പെട്ട സഹോദരൻ, അതുകൊണ്ട് ഇതിനു വേണ്ടി മെനക്കെടുക എന്ന് പറഞ്ഞാല് ഇത്രയും വൈരുദ്ധ്യാത്മകമായ നിലപാട് സ്വീകരിക്കുന്ന ഒരു വർഗം കേരളത്തിലുണ്ടോ? വേറെയും നമ്മൾ എന്നിട്ടോ ഹിന്ദു മഹാസഭയുടെ വോട്ട് സ്വീകരിക്കാൻ നമ്മുടെ നിലപാടിന്റെ രാജകുമാരൻ സന്നദ്ധ അതിനെ തന്നെ പറഞ്ഞില്ല. ഞങ്ങൾ അങ്ങനെ ഒരു യോഗം. അപ്പോഴാണ് ഹിന്ദു മഹാസഭയുടെ ആൾക്കാരും CPM-ന്റെ വിജയരാഘവനും കുഞ്ഞനന്ദൻ മാഷും മറ്റുമൊക്കെ ഒരുമിച്ചിരിക്കുന്ന ഫോട്ടോ ഇങ്ങോട്ട് പുറത്തേക്ക് വരുന്നത്. ഇത് അപ്പൊ ആദ്യം ഇത് പറഞ്ഞത് മോർഫ് ചെയ്തെടുത്ത ഫോട്ടോയാണ്. പിന്നെ അല്ല മോർഫ് ചെയ്തതല്ല, വീഡിയോ വരികയാണ്. ഇങ്ങനെ വീഡിയോ വരിക. എന്നിട്ട് ഹിന്ദു മഹാസഭയുടെ നേതാക്കന്മാർ ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെ ഗത്യന്തരമില്ലാതെ വന്നപ്പോഴാണ് നമ്മുടെ സഖാവ് പാർട്ടി സെക്രട്ടറിക്ക് പറയേണ്ടി വന്ന RSS-ഉമായിട്ട് ഇപ്പോൾ അതിന് മുമ്പ് ഞങ്ങൾ ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് പുതിയ കാര്യമാണോ എന്ന് ചോദിക്കുന്നത്. ഇത് പുതിയ കാര്യമല്ല. അപ്പൊ ഹിന്ദു മഹാസഭയുടെ വോട്ട് സ്വീകരിക്കുന്നത് പുതിയ കാര്യമായിട്ടൊന്നും പറയണ്ട. ഈ മണ്ഡലം തെരഞ്ഞെടുപ്പിന് തലേന്ന് അയാൾ പറയുകയാണ്. അപ്പൊ ഇവരെല്ലാവരും കൂടിയിട്ട് ഈ സഖാവിനെ തോൽപ്പിക്കാൻ വേണ്ടിയൊന്നും നേർന്നിട്ടുണ്ടായിരുന്നോ എന്നാണ് ഇപ്പൊ സംശയം. അവർ നേർച്ച ചെയ്യാറൊന്നുമില്ല കേട്ടോ. മത ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ നടത്താറില്ല. പക്ഷേ ഇത്തരം ചില കാര്യങ്ങൾക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പാരപണിയുവാനും പങ്കുവയ്ക്കും പല നേതാക്കന്മാരില്ല. തിരുവനന്തപുരം ജില്ലയിലെ പ്രഗത്ഭനായ നേതാവ്, മുൻ നിയമസഭാ സ്പീക്കർ, അദ്ദേഹം സ്പീക്കറായതിനു ശേഷം പിന്നെ മത്സരത്തിലേക്ക് വന്നിട്ടില്ല. പൊന്നാനിക്കാരനായ മറ്റൊരു സ്പീക്കറിന്റെ ശ്രീരാമകൃഷ്ണൻ, അദ്ദേഹം രാഷ്ട്രീയ രംഗത്ത്, കാരണം ഈ ബോധമുള്ള ആളുകളെയൊക്കെ പാർലമെന്ററി രാഷ്ട്രീയത്തിൽ നിന്ന് ഇങ്ങനെ മാറ്റി നിർത്താൻ വേണ്ടിയിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമം ശ്രീമാൻ അച്യുതാനന്ദൻ എത്ര വലിയ പ്രയാസങ്ങൾ അദ്ദേഹം പാർട്ടി നേരിട്ടു. അതിനെ അതിജീവിക്കാൻ അദ്ദേഹത്തിന് ഫാൻസ് അസോസിയേഷൻ ഉണ്ടായതുകൊണ്ട് VS പക്ഷം, പിണറായി പക്ഷം, രണ്ട് പക്ഷം അവർ തമ്മിലുള്ള തർക്കത്തിൽ VS-ന് മികച്ചു നിൽക്കാൻ കഴിഞ്ഞു എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിന്റെ പ്രതിപക്ഷ നേതാവാകാനും മുഖ്യമന്ത്രിയാകാനും കഴിഞ്ഞത്. KR ഗൗരി ഒന്നയ്ക്ക് കഴിയാതെ പോയതും അതുകൊണ്ടാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എന്നിട്ട് പറയുകയാണ് ഇസ്ലാമിക ആഗോള ഭീകരമാണ്. ജമാഅത്തെ ഇസ്ലാമിയോ നേരത്തെ പറഞ്ഞ സംഘടനകളോ ഒക്കെ എന്തെങ്കിലും അർത്ഥത്തിൽ ജനങ്ങളെ കൊന്നൊടുക്കിക്കൊണ്ട് കേരളത്തിലെ തന്നെ രാഷ്ട്രീയ, നമ്മൾ വെസ്റ്റ് ബംഗാളിലേക്കൊന്നും പോകണ്ട, ത്രിപുരയിലേക്കും പോകണ്ട, രാജസ്ഥാനിലും അതുപോലെ തന്നെ തമിഴ്നാട്ടിലേക്കൊന്നും പോകണ്ട, കേരളത്തിൽ മാത്രം രാഷ്ട്രീയ കൊലപാതകം CPM നടത്തിയതെന്ന് നമുക്ക് ഒരു മണിക്കൂർ ഒന്ന് പ്രസംഗിച്ച തീരില്ല. അത്രയധികം ഇരകൾ കേരളത്തിൽ CPM-നാൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഒറ്റ ഉദാഹരണം മാത്രമാണ് TP ചന്ദ്രശേഖരൻ. അയാൾ ഒരാളെ ഉണ്ടായിരുന്നിട്ട് പോലും 51 വെട്ടുവെട്ടി. അപ്പോ ഈ 51,000 ഒക്കെ വരുന്ന ആളുകൾ എത്ര വെട്ടുവെട്ടിയിട്ടുണ്ടാകും? TP ചന്ദ്രശേഖരനെ വെട്ടിയിട്ട് ഇസ്ലാമിക ഭീകരവാദം ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് പറയാം കേട്ടോ.
വേൾഡ് ട്രേഡ് സെന്റർ ആക്രമിച്ചിട്ട് ബിൻ ലാദൻ എന്ന് പറയുന്ന അൽ ഖൈദ എന്ന് പറയുന്ന ഒരു സാധനത്തെ സാമ്രാജ്യത്വം ഉണ്ടാക്കിയതുപോലെ കേരളത്തിൽ ടി പി ചന്ദ്രശേഖരനെ വധിച്ച ആളുകൾ സഞ്ചരിച്ചു എന്ന് കരുതപ്പെടുന്ന ഉപേക്ഷിക്കപ്പെട്ട ഇന്നോവയുടെ പിന്നിൽ മാഷ അബ്ബാസിക്കാർ. അപ്പൊ എന്താ ഇത് കാണുമ്പോൾ ആളുകൾ വിചാരിക്കുക മുസ്ലിം ഭീകരവാദികൾ, തീവ്രവാദികൾ. പക്ഷേ പടച്ചതമ്പുരാന്റെ അനുഗ്രഹം കൊണ്ടും കേരളത്തിലെ മുസ്ലിങ്ങൾ അത്രമാത്രം പാപമൊന്നും ചെയ്തിട്ടില്ല എന്ന് പടച്ചതമ്പുരാന് ബോധ്യമുള്ളത് കൊണ്ടും പടച്ചതമ്പുരാന്റെ കോടതിയെ നിയന്ത്രിക്കുന്നത് മാരാർജി ഭവൻ അല്ലാത്തത് കൊണ്ടും നാഗ്പൂർ അല്ലാത്തത് കൊണ്ടും തിരിക്കപ്പെട്ടു എല്ലാവരും. ആരാ? തിരുമാണി മനോജ്, മറ്റേ മനോജ്, കിറ്റേ മനോജ്, അതുപോലെ തന്നെ പാർട്ടിയുടെ സെക്രട്ടറി കൊടുത്ത നിർദ്ദേശം. ഇന്നത്തെ സൗകര്യങ്ങൾ ഇപ്പൊ ഇവർ ഈ പണി ചെയ്യാത്ത എന്താ വെച്ചാല് ഇപ്പോ ഈ ലൊക്കേഷൻ വെച്ച ആളുകളെ കണ്ടെത്താൻ കഴിയും. കോളർ ID ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആളുകൾ കണ്ടെത്താൻ കഴിയും. കോൾ ലിസ്റ്റും അതുപോലെ ചാറ്റ് ലിസ്റ്റും ഹിസ്റ്ററിയൊക്കെ എടുത്ത് പരിശോധിച്ചാൽ എല്ലാ സഹോദരന്മാരും കൂട്ടാൻ കഴിയും എന്നുള്ളത് കൊണ്ടാണ് കേരളത്തിൽ അല്പം സമാധാനമുള്ളത്. ഈ IT കൊണ്ടും അതുപോലെ തന്നെ സാങ്കേതിക വിദ്യയുടെ വികാസം ഇതുകൊണ്ടായിരിക്കും അവർ ഈ ITക്കെതിരെ അന്ന് സമരം ചെയ്തെന്നാണ് എനിക്ക് സംശയം. അന്ന് കമ്പ്യൂട്ടർ വന്നപ്പോ എന്താ സമരം ചെയ്തത്? ഇത് ഭയങ്കര പ്രശ്നമാണ്. തൊഴിലാളി വർഗത്തിന്റെ കടക്കൽ കത്തിവെക്കുന്ന ഭൂഷാ സംവിധാനമാണിത്. അതുകൊണ്ടായിരിക്കാം ദീർഘദർശികളായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ധീരന്മാരായ നേതാക്കന്മാർ തൊഴിലാളി വർഗ സമർഗാധിപത്യം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള തട്ടപ്പാടിനിടയിൽ കമ്പ്യൂട്ടറിനെതിരെ, മൊബൈലിനെതിരെ, ഇന്റർനെറ്റിനെതിരെ ഒക്കെ സമരം ചെയ്തത് എന്ന് നമ്മൾ ഊഹിക്കേണ്ടിയിരിക്കുന്നു. ഇത് നിർവാഹമില്ലാത്തതുകൊണ്ടാണ്. അപ്പൊ അതാണ് അവസ്ഥ. പിന്നെയോ ആഗോള നമ്മളോട് പറയുന്നത് ബംഗ്ലാദേശിലെ പ്രശ്നത്തെ പറ്റി നിങ്ങൾ മറുപടി പറയണം. ഇഖ്വാന്റെ ഭീകരവാദത്തെ പറ്റി മറുപടി പറയണം. ഹമാസ് ബോംബിട്ടതിനെ പറ്റി മറുപടി പറയണം. ഇറാൻ ബോംബിട്ടതിനെ പറ്റി നിങ്ങൾ മറുപടി പറയണം. ഒക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾ ഒന്ന് മനസ്സിലാക്കണം. റഷ്യയിൽ കമ്മ്യൂണിസം വരാൻ വേണ്ടിയിട്ട് ഇവര് കൊന്നു തള്ളിയത് 9 കോടിയിൽ പല ആളുകളെയാണ്. കംബോഡിയയിൽ 80 ലക്ഷമാണ്. ഉത്തര കൊറിയയിലും സമാനമായ കണക്കാണ്. ചൈനയിലെ കണക്ക് പറയാനേ വേണ്ട. ഈ ചൈന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനങ്ങളെ പറ്റി ഉത്തരവാദിത്തമില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ചൈനയെ പറ്റി മാത്രമല്ല, ഇന്ത്യയിലെ തന്നെയുള്ള വ്യത്യസ്ത സംസ്ഥാനങ്ങളിലുള്ള ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാടിനെ പറ്റി മറുപടി പറയാൻ നമ്മുടെ പാർട്ടി CPM കേരള ഘടകത്തിന് ബാധ്യതയില്ല. കാരണം കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ CPMന് പാർലമെന്റിൽ ലോക്സഭയിൽ ഉള്ളത് 4 MP-മാരാണ്. ഒരു MP-യുടെ രാജസ്ഥാനിൽ നിന്നുള്ള സിക്കർ മണ്ഡലത്തിൽ നിന്നാണ്. രണ്ടാമത് തമിഴ്നാട്ടിൽ നിന്ന് നാഗപട്ടണത്തിൽ നിന്നാണ്. അതുപോലെ തന്നെ മൂന്നാമത്തത് തമിഴ്നാട്ടിൽ തന്നെയുള്ള മധുരൈ, നാലാമത് കേരളത്തിലെ ആലപ്പുഴ. ഈ 4 MP-മാരാണുള്ളത്. ഈ 4 MP-മാരിൽ 3 MP-മാരും മത്സര സന്ദർഭത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് അണ്ടർസ്റ്റാൻഡായി. തമിഴ്നാട്ടിലെ നാഗപട്ടണത്തും മധുരയിലും ഈ പറയപ്പെട്ട CPM ജമാഅത്തെ ഇസ്ലാമിയുടെ ഓഫീസിൽ വരികയും ചർച്ച ചെയ്യുകയും ജമാഅത്തെ ഇസ്ലാമി അവരുടെ വോട്ട് അവർക്ക് സമ്മാനിക്കാൻ കഴിയാവുന്ന എല്ലാവരുടെയും വോട്ടും കൊടുത്തു. ഇവർ വിജയിച്ചു കഴിഞ്ഞപ്പോൾ നന്ദി അറിയിക്കാൻ വേണ്ടി ഈ സ്ഥാനാർത്ഥി വിജയിച്ചു കഴിഞ്ഞ് MP ആയി കഴിഞ്ഞപ്പോൾ ജമാഅത്ത് ഓഫീസിൽ വരുന്നു, അമീറുമായിട്ട് ക്ഷയിക്കാൻ കൊടുക്കുന്നു, നന്ദി അറിയിക്കുന്നു. ഈ ഫോട്ടോസ് ഒക്കെ രാജ്യത്തെ മാധ്യമങ്ങൾ പ്രസിദ്ധീകരിച്ചാണ്. ഇപ്പൊ ഈ പ്രസംഗം നമ്മളൊരു സുഹൃത്ത് എടുക്കുമെന്ന് പറയാണ്, തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഈ കുട്ടമ്പള്ളി നടക്കുന്ന വാർഡില് ഇപ്പോൾ ഇതിനെ പ്രതിനിധീകരിക്കുന്ന കൗൺസിലർ, അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പ് വേളയിൽ ജമാഅത്ത് ഇസ്ലാമിയുടെ വോട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഈ തീവ്രവാദം ഇല്ലേ? അപ്പൊ ഭീകരവാദം ഇല്ലേ? അപ്പൊ വർഗീയത ഉണ്ടാവില്ലേ? കേരളം തകർന്നു പോകില്ലേ? എന്താണ്? അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇതാണ് നമ്മുടെ പുത്തമ്പള്ളിയുടെ അവസ്ഥ എങ്കിൽ, ഈ വാർഡിന്റെ കോർപ്പറേഷൻ വാർഡിന്റെ ഡിവിഷന്റെ അവസ്ഥ എങ്കിൽ, ഇതിന് മറുപടി പറയാൻ കേരള CPMന് ബാധ്യതയില്ല. കാരണം ഇതൊരു പ്രാദേശികമാണ്, മറ്റത് രാജസ്ഥാനാണ്, അത് തമിഴ്നാടാണ് എന്ന് പറയുന്ന, മാത്രമല്ല 96-ല് 2006-ല് 2009-ല് ഒക്കെ നടന്ന ഇലക്ഷൻ സന്ദർഭത്തിൽ ജമാഅത്തെ ഇസ്ലാമി നിയമസഭയിലും ലോക്സഭയിലും പ്രാദേശിക തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കും തെരഞ്ഞെടുപ്പുകളിലൊക്കെ CPMുമായിട്ട് ധാരണകൾ ഉണ്ടാക്കി ചർച്ച നടത്തി CPM അതിനെ അംഗീകരിച്ച് പ്രശസ്തി പത്രം ജമാഅത്തെ ഇസ്ലാമിക്ക് നൽകി. ആ വോട്ട് ഇപ്പോൾ മറ്റൊരു സാഹചര്യത്തിൽ 2014 മുതൽ UDFന് കോൺഗ്രസിന് അനുകൂലമായി പോകുമ്പോൾ അതെങ്ങനെയാണ്? അതുവരെയും ഉണ്ടായിരുന്ന മതേതരത്വം എത്രത്തോളം എന്ന് ചോദിച്ചാൽ AP അബൂബക്കർ മുസ്ലിയാർ പറയുകയാണ്, ജമാഅത്തെ ഇസ്ലാമി ഇപ്പോൾ അതിന്റെ സ്ഥാപക നേതാവിന്റെ നിലപാടുകളെല്ലാം ഉപേക്ഷിച്ചു കഴിഞ്ഞിരിക്കുന്നു.
അപ്പൊ ഉപേക്ഷിച്ച് കഴിഞ്ഞ സന്ദർഭത്തിൽ UDF കൊടുത്തപ്പോ പ്രശ്നവും മൗദൂദിയുടെ മതരാഷ്ട്രം ഉയർത്തിപ്പിടിച്ച 96, 2006 ഉള്ള കാലഘട്ടത്തില് CPM-നൊപ്പം നിന്നപ്പോ അത് മതേതരത്വമാകും. ഇതെന്താ വൈരുദ്ധ്യം മനസ്സിലാകുന്നില്ല. ഏതാണ് നിങ്ങൾ പറയുന്നത് വിശദീകരിക്കണം. അതുകൊണ്ട് ആടിനെ പട്ടിയാക്കി, പട്ടിയെ പേപ്പട്ടിയാക്കി തല്ലിക്കൊല്ലുന്ന ഈ നിലപാട് അവസാനിപ്പിക്കണം. പിന്നീട് ഒടുവിൽ നടന്ന ലോക്സഭാ ഇലക്ഷനിൽ കാശ്മീരുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരൊരു പുതിയ വിവാദം ഉയർത്തിക്കൊണ്ടു. എന്താണ് ആ വിവാദം? ആ വിവാദത്തിന്റെ അടിത്തറ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാല് അവിടത്തെ ജമാഅത്തെ ഇസ്ലാമി BJPക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ച് വോട്ട് വിഘടിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു എന്നാണ്. BJPക്ക് അവിടെ സ്ഥാനാർത്ഥി ഇല്ല എന്നുള്ളതാണ് ഈ മറ്റേ എന്താണ് തിരികാമി മത്സരിച്ച ആ മണ്ഡലത്തിൽ BJPക്ക് സ്ഥാനാർത്ഥി ഇല്ല. BJP പിന്തുണച്ച ഒരു മുസ്ലിം കക്ഷിയുടെ സ്ഥാനാർത്ഥി ഉണ്ട്. അയാൾക്ക് കിട്ടിയത് 509 മറ്റോ വോട്ടാണ്. ജമാഅത്തെ ഇസ്ലാമി അവിടെ സ്ഥാനാർത്ഥിയെ നിർത്തിയിരുന്നില്ല. കാരണം നിരോധിത പാർട്ടിയാണ്. അവിടുത്തെ കാശ്മീർ ജമാഅത്തെ ഇസ്ലാമിയാണ്, അത് രാഷ്ട്രീയ പാർട്ടിയാണ്. ആ പാർട്ടി ഒരു സ്ഥാനാർത്ഥിയെ പിന്തുണച്ചു. ആ സ്ഥാനാർത്ഥി രണ്ടാമത് വന്നു. എത്ര വോട്ടായിട്ട്? 25,897 വോട്ട് നേടിയ ജമാഅത്തെ ഇസ്ലാമി പിന്തുണച്ച സ്ഥാനാർത്ഥി BJPക്ക് വേണ്ടി മുസ്ലിം വോട്ട് സ്ഥിരീകരിക്കുവാൻ വേണ്ടി നടത്തിയെന്നാണ്. എന്തുകൊണ്ടാണ് ചിന്തിക്കുന്നു പറയുകയും ചെയ്തത്? രാഷ്ട്രീയ വിരോധം വന്നു കഴിഞ്ഞാൽ എന്ത് നുണയും പറയാമെന്നാണോ അവര് പോട്ടെ? ഈ മതസംഘടനകളായ ആളുകൾ ഈ മതരാഷ്ട്രവാദ ജമാഅത്തെ ഇസ്ലാമിയുടെ മേലിൽ ആരോപിക്കുന്നതിന്റെ അടിത്തറ എന്താണ്? ഇവർ ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടാക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നു എന്നാ പറയുന്നത്. ഇസ്ലാമിക എന്തെങ്കിലും രാഷ്ട്രം ഉണ്ടായിക്കൂടെ? പ്രവാചകൻ സുൽത്താൻ നസീറ, എനിക്ക് അനുകൂലമായ ഒരു അധികാരം നീ നൽകണം, സഹായകമായ അധികാരം നൽകണമെന്ന് പ്രാർത്ഥിച്ചു. പ്രവാചകൻ ഭരണാധികാരിയായിരുന്നു. പ്രവാചകൻ മരിച്ചപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ആളുകൾ കൂടി തെരഞ്ഞെടുത്തത് മതനേതാവായിട്ടല്ല, ഭരണാധികാരിയായിട്ടാണ്. ഉമർ റളിയല്ലാഹു അൻഹു ഭരണാധികാരിയായിരുന്നു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഭരണാധികാരിയായിരുന്നു. അലി ഇബ്നു അബീ താലിബ് ഖിലാഫത്ത് പുനഃസ്ഥാപിക്കാൻ വിചാരിക്കുന്നു എന്നൊക്കെ CPM പറഞ്ഞു. ഖിലാഫത്ത് മോശം കാര്യമാണോ? മഹാനായ ഗാന്ധി പറയുകയാണ്, ഞാൻ ഇന്ത്യയിൽ ഉമറിന്റെ ഭരണം നടത്താനാണ് ആഗ്രഹിക്കുന്നത് എന്ന്. ഗാന്ധിയേക്കാൾ ഇപ്പൊ ഗാന്ധി മതരാഷ്ട്ര ജമാഅത്ത് ഇസ്ലാമിയാണോ അതിന്റെയും പിന്നിൽ? കാരണം ആ സമയത്താണ് മൗദൂദിയുടെ എഴുത്തൊക്കെ വരുന്നത്. ഖിലാഫത്ത് പ്രക്ഷോഭവും മൗദൂദി സാഹിബ് ഖിലാഫത്ത് മൂവ്മെന്റിന്റെ ഭാഗം തന്നെയായിരുന്നു. ജമിയത്തുൽ ഉലമ ഹിന്ദിലൂടെയാണ് പൊതുപ്രവർത്തനം നടത്തിയത്, അദ്ദേഹത്തിന്റെ പത്രപ്രവർത്തനമൊക്കെ ആരംഭിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ രീതിയിൽ കാര്യങ്ങൾ വളച്ചൊടിക്കുവാൻ വേണ്ടി ജമാഅത്തെ ഇസ്ലാമിയെ ഇങ്ങനെ ഹിംസാത്മകമായി അവതരിക്കുന്നതിന് പിന്നിൽ ഒരു ഘടകം കൂടിയുണ്ട്. ആധുനിക കാലഘട്ടത്തിൽ 9/11 സംഭവത്തിന് ശേഷം പ്രത്യേകിച്ചും രൂപപ്പെട്ടു വന്ന ആഗോളതലത്തിലുള്ള ഇസ്ലാമോഫോബിയ എന്ന് പറയുന്നത്. ഇസ്ലാമിനെ പ്രതി ചേർത്തുകൊണ്ട് എന്തും പറഞ്ഞാൽ ആരും അനങ്ങില്ല. ആഗോള ഭീകരതയ്ക്കെതിരായ യുദ്ധം എന്നായിരുന്നു ഈ അഫ്ഗാനിസ്ഥാൻ അധിനിവേശത്തിന് അമേരിക്ക കൊടുത്ത പേര്. അതുപോലെ തന്നെ ഇറാഖ് വാറിനും അങ്ങനെ തന്നെയായിരുന്നു. ഇസ്ലാമിക തീവ്രവാദം, ഭീകരവാദം. ഇറാനിൽ ഇപ്പോൾ ബോംബിടാൻ വേണ്ടിയിട്ട് അമേരിക്കയെ പ്രേരിപ്പിച്ച ഘടകമാണ്. അതിലേക്ക് വിശദാംശങ്ങളിലേക്ക് പോകുന്നത്. ഇസ്ലാമിക ഭീകരവാദം എന്ന് പറഞ്ഞാൽ പിന്നെ മിണ്ടപടം, നീ ഒരു ഭീകരവാദിയാണ് എന്ന് പറഞ്ഞാൽ ഞാൻ ഭീകരവാദി അല്ല എന്ന് തെളിയിക്കേണ്ട ചുമതല എനിക്കാണ്. അങ്ങനെ തെളിയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാവം മനുഷ്യനുണ്ട്, അബ്ദുൽ നാസർ മാലി. കുന്ത്രക്കാർക്ക് അദ്ദേഹം അപരിചിതനല്ല. കാരണം കുന്ത്രയിലാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു നേതാവ് മരണപ്പെട്ടുകൂടി. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്ത് പ്രദാനം ചെയ്യുമാറാണ്. കുന്ത്ര സിറാജ് സാഹിബ് മർഹൂം. അദ്ദേഹത്തിന്റെ പാർട്ടിയും CPM-നാണ് പിന്തുണ കൊടുത്തത്. വിരോധാഭാസമാണ്. കാരണം അദ്ദേഹത്തെ ഈ നിലയിലാക്കിയത് ഇത് പറയാൻ പാടില്ല. പക്ഷേ നയനാര് തൊടുപുഴയിൽ പ്രസംഗിച്ച് ദേശായി മാനി പത്രങ്ങൾ ഞങ്ങളാണ് അവനെ പിടിച്ചുകൊടുത്തത്. ഒന്നാം തവണ കോയമ്പത്തൂർ, എന്നിട്ട് നിരപരാധിയായി പുറത്തു വന്നു. രണ്ടാം തവണ പിടിച്ചത് VS ആണ്. എന്നിട്ട് അവരുടെ ഒപ്പം, അതൊക്കെ രാഷ്ട്രീയ പാർട്ടികൾക്ക് അങ്ങനെയൊക്കെ തീരുമാനിക്കുക, അതിനൊന്നും നമുക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷേ അവരും ജമാഅത്തെ ഇസ്ലാമിയെ തീവ്രവാദം, ഭീകരവാദം, ആഗോള ഭീകരത, മതരാഷ്ട്രവാദികൾ എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? മഴതനി ഇത് കൊടുക്കൂ? പൂന്തുറ സിറാജിന്റെ ആത്മാവ് ഇത് സഹിക്കോ? ഇല്ല. ആ സങ്കടവും കൂടി പങ്കുവയ്ക്കുകയാണ്. അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി അത് രാജ്യത്ത് പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ്? എന്റെ ഭരണഘടന എന്ന് പറയുന്നത്. CPM-ന്റെ ഭരണഘടനയിൽ CPM അതിനെ പറ്റി അവകാശപ്പെടുന്ന കാര്യം നിങ്ങളൊന്ന് കേൾക്കണം. ആർട്ടിക്കിൾ 2 ഭരണഘടനയിൽ ലക്ഷ്യം ഇന്ത്യയിലെ തൊഴിലാളി വർഗത്തിന്റെ വിപ്ലവകരമായ മുന്നണിപ്പടയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ്. തൊഴിലാളി വർഗത്തിന്റെ സ്വേച്ഛാധിപത്യ രാഷ്ട്രം. സ്വേച്ഛാധിപത്യ, സമഗ്രാധിപത്യം എന്ന പദമാണ് മലയാളത്തിൽ പറയാറുള്ളത്. തൊഴിലാളി വർഗത്തിന് സമഗ്രാധിപത്യം, ഇംഗ്ലീഷിൽ എന്താണ്? ഡിക്റ്റേറ്റർഷിപ്പ് എന്നാണ്. എന്നുവെച്ചാൽ ഏകാധിപത്യമാണ്.
മോഡി രാജ്യത്തെ ഏകാധിപത്യത്തിലേക്ക് കൊണ്ടുവരുന്നു പറയാൻ വേണ്ടി ഉപയോഗിക്കുന്നു. അതേപോലെ തന്നെ ഭരണഘടനയിൽ എഴുതി വച്ച ഏകാധിപത്യം ഉണ്ടാക്കാൻ വേണ്ടി എഴുതി വച്ച ഒരു പാർട്ടിയാണ്. മാത്രമല്ല 1948 പാർട്ടി കോൺഗ്രസിൽ 1948 പാർട്ടി കോൺഗ്രസിൽ അവർ മുന്നോട്ട് വെച്ച വിപ്ലവത്തിന്റെ ഒരു തിസീസ്, കൊൽക്കത്ത തിസീസ് എന്നാണ് പറയുന്നത്. 1948 ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ കൊൽക്കത്തയിൽ വെച്ച് നടന്ന അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ രണ്ടാമത്തെ പാർട്ടി കോൺഗ്രസിൽ അന്നത്തെ അഖിലേന്ത്യാ സെക്രട്ടറി EB രണദിവെ നേതൃത്വത്തിൽ അവതരിപ്പിച്ചത് എന്താണ്? സായുധ സമരത്തിലൂടെ ഇന്ത്യയിൽ അധികാരം പിടിച്ചെടുക്കുവാൻ നൽകിയ ആഹ്വാനമാണ് കൊൽക്കത്ത. സായുധ സമരത്തിലൂടെ ഇന്ത്യയിലെ അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കാൻ പാർട്ടി കോൺഗ്രസിൽ തിസീസ് അവതരിപ്പിച്ച പാർട്ടിയാണ് ജനാധിപത്യത്തിൽ UDF വോട്ട് ചെയ്ത ജമാഅത്തെ ഇസ്ലാമിയെയും അതിനു മുമ്പ് CPM അടങ്ങുന്ന LDF വോട്ട് ചെയ്ത ജമാഅത്തെ ഇസ്ലാമിയെയും തീവ്രവാദം എന്ന് പറയുന്നത്. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് രൂപപ്പെട്ടു വന്ന മാവോയിസ്റ്റുകൾ, നക്സലൈറ്റുകൾ, CPI-ML, ഈ തിരികാമി എന്ന് പറയുന്ന ആള് ജയിൽവാസം അനുഷ്ഠിച്ചിട്ടുണ്ട്. CPM-ൽ ഇപ്പൊ കൂടിക്കേറ്റിട്ടുള്ള അതെന്തായിരുന്നു? CPI-ML പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് കൊലപാതകം നടത്തിയിട്ടുണ്ട്. അതിന്റെ പേരിൽ ജയിൽ ശിക്ഷ അനുഭവിച്ച കമ്മ്യൂണിസ്റ്റ് തീവ്രവാദിയാണ് ജനാധിപത്യ വേഷക്കുപ്പായിട്ട് ഇപ്പൊ അവിടെ മത്സരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അയാൾക്ക് പൂർവ്വകാലം ഭാരമല്ല. കൊൽക്കത്ത പിസിസിന്റെ ഭാരം CPM-ന്റെ ഭാരമല്ല. ജമാഅത്തെ ഇസ്ലാമിക്ക് ഇല്ലാത്ത തീവ്രവാദത്തിന്റെ ഭാരം. ബിൻ ലാദനെ പറ്റി മറുപടി പറയാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അതുപോലെ തന്നെ അൽ-ഖ്വയ്ദയെ പറ്റി പറയാൻ ബാധ്യസ്ഥരാണ്. എവിടെ എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും ജമാഅത്തെ ഇസ്ലാമി ഇതെന്താണ്? കൊൽക്കത്ത തിസീസ് നിങ്ങൾ തെറ്റ് തിരുത്താൻ നിങ്ങൾക്ക് മാത്രമാണോ? തെറ്റ് തിരുത്താൻ ഏറ്റവും കൂടുതൽ അവസരമുള്ളത് ഇസ്ലാമിലാണ്. തൗബ ചെയ്താൽ മതി. അങ്ങനെ തൗബ ചെയ്യേണ്ട ഒരു കൊലപാതകവും ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തകർ നടത്തിയിട്ടില്ല. തൗബ ചെയ്യേണ്ട ഒരു അഴിമതിയും ഒരു മരുമോനും ജമാഅത്തെ ഇസ്ലാമിയുടെ അമീറിന്റെ വീട്ടിലില്ല. അഴിമതി ചെയ്ത ഒരു മോളും ജമാഅത്തെ ഇസ്ലാമി നേതാക്കന്മാരുടെ വീട്ടിൽ ഇല്ല. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഈ വക പരിപാടി ഉണ്ടായി നിർത്തിയിട്ട് രാഷ്ട്രീയം പറയുക, രാഷ്ട്രീയ പ്രവർത്തനം നടത്തുക. കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം കാലഹരണപ്പെട്ടു പോയി എന്ന് സമ്മതിച്ചുകൊണ്ട് നിങ്ങൾ കാലോചിതമായ പുതിയ പ്രത്യയശാസ്ത്രം ഉണ്ടാക്കിയെടുക്കുക. അതിനുള്ള കഴിവും കരുത്തൊന്നുള്ള മാക്സോ എംഗൽസോ ഒന്നുമില്ല. ഇപ്പോൾ ഉള്ള സ്വരാജിന്റെ അവസ്ഥ തന്നെ നമുക്കറിയാം. അയാൾ ഇനി ഒരു പ്രത്യയശാസ്ത്രം ഉണ്ടാക്കിയാൽ നമ്മൾ പേടിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയെ തന്നെ അടിച്ചത് പോയം. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. കാര്യങ്ങൾ ശരിയായ അർത്ഥത്തിൽ മനസ്സിലാക്കാൻ ജമാഅത്തെ ഇസ്ലാമി രാജ്യത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെ പറ്റി മാത്രം സൂചിപ്പിച്ചു. ഒന്ന്, മതപ്രബോധനം. ജമാഅത്തെ ഇസ്ലാമി നടത്തുന്ന പ്രവർത്തനം മതപ്രബോധനം സെക്യുലർ വിരുദ്ധമല്ല. കാരണം ഇന്ത്യയിലെ ഭരണഘടനയുടെ പൗരാവകാശങ്ങളുടെ ആർട്ടിക്കിൾ 23 മതം ആചരിക്കാനും അത് വിശ്വസിക്കുവാനും ആചരിക്കുവാനും പ്രചരിപ്പിക്കുവാനും എന്തുണ്ട്? രാജ്യത്ത് മതവിശ്വാസികൾക്ക് അവകാശമുണ്ട്. അതിന്റെ സിവിൽ നിയമങ്ങൾ ജീവിതത്തിൽ കൊണ്ടു നടക്കാൻ അവകാശമുണ്ട്. ഈ സിവിൽ നിയമത്തെ ചോദ്യം ചെയ്തവരാണ് ആദ്യം. ഏക സിവിൽ കോഡിന് വേണ്ടി ആദ്യം വന്നു ശരിയത്ത് വിവാദ കാലഘട്ടത്തിൽ. അന്ന് അവർ ഇസ്ലാമിക ശരിയത്തിനെതിരെ അഴിച്ചുവിട്ട പ്രചാരണങ്ങളാണ് EMS നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ. അതാണ് ഇന്ത്യയിൽ സംഘ് പരിവാറിന് സാംസ്കാരിക പരിസരം ഒരുക്കി കൊടുത്തത് എന്ന് പറഞ്ഞത് ജമാഅത്തെ ഇസ്ലാമി അല്ല, TT ശ്രീകുമാർ എന്ന് പറയുന്ന കേരളത്തിലെ പ്രഗത്ഭനായ ആക്ടിവിസ്റ്റ് എഴുത്തുകാരനാണ്. മാതൃഭൂമിയിലാണ് എഴുതിയത്, പ്രബോധനത്തിലല്ല. ഒന്ന്. അപ്പൊ അതുകൊണ്ട് ഇന്ത്യയിലെ ജമാഅത്തെ ഇസ്ലാമി ഭരണഘടനാപരമായ അവകാശത്തിന് പാടില്ല എന്ന് പറഞ്ഞാൽ ഭരണഘടന മാറ്റണം എന്ന് പറയുന്ന BJP-യും RSS-ഉം CPM-ഉം തമ്മിൽ എന്താണ് വ്യത്യാസം? രണ്ട്, അതിന്റെ മുസ്ലിം സമുദായത്തെ ഇസ്ലാമികമായി നവീകരിക്കുവാൻ വേണ്ടി ഇസ്ലാം എന്നാണ് അതിന് പറയുക. ഈ പണിയെന്നാൽ മുസ്ലിങ്ങൾ കള്ളുകുടിക്കരുത്, മുസ്ലിങ്ങൾ വ്യഭിചരിക്കരുത്, മുസ്ലിങ്ങൾ പലിശ വാങ്ങുവാൻ പാടില്ല, മുസ്ലിങ്ങൾ കള്ളക്കച്ചവടം നടത്തരുത്, കൃത്രിമത്വം കാണിക്കരുത്, മുസ്ലിം ജനപ്രതിനിധികളായ ആളുകൾ അഴിമതി കാണിക്കരുത് എന്ന പ്രചാരണത്തിൽ മുസ്ലിങ്ങളെ നന്നാക്കിയെടുക്കാൻ നടത്തുന്ന പ്രവർത്തനങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തകരെ അങ്ങനെയാണ് ശുദ്ധീകരിച്ചത്. അതിനുവേണ്ടിയാണ് തസ്കിയ, ആത്മസംസ്കരണം എന്നാണ് പറയുന്നത്. അതായത് ജമാഅത്ത് പ്രവർത്തകർ ഇസ്ലാമിക ആദർശത്തിന് വിരുദ്ധമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ പാടില്ല. ഈ മൂന്ന് പ്രവർത്തനങ്ങൾ കൊണ്ട് രാജ്യത്തിന് നേട്ടമാണോ കോട്ടമാണോ? നിങ്ങൾ പറയുക. ഈ പ്രവർത്തനം നിങ്ങൾ കൂടി നടത്തുകയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എന്തെങ്കിലും നേടിയെടുക്കാൻ കഴിയും. അല്ലെങ്കിൽ ഈ മരുമോനെ കൊണ്ടും മോളെ കൊണ്ടും പിണറായി സഖാവിന്റെ കാലം കൊണ്ടും ഇത് അവസാനിച്ചു പോകും. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഇതാണ് ജമാഅത്തെ ഇസ്ലാമി നടത്തുന്നത്. രണ്ടാമത്തത്, നാലാമത്തെ കാര്യം ജനസേവനമാണ്. ജനസേവനം, പീപ്പിൾസ് ഫൗണ്ടേഷൻ, ബൈത്തുൽ സക്കാത്ത്, രാജ്യത്ത് വിവിധങ്ങളായ മിഷൻ 26 ഒക്കെ പരിപാടികൾ രാജ്യവ്യാപകമായി കൊണ്ട് സാധാരണക്കാരെ പാവങ്ങൾക്ക് വേണ്ടി
ഈ രാജ്യത്തെ മതനിരപേക്ഷ സോഷ്യലിസ്റ്റ് ഭരണകൂടങ്ങൾ ഭരിച്ച് നശിപ്പിച്ചു കളഞ്ഞ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഇന്ത്യൻ മുസ്ലിങ്ങളെ സോഷ്യൽ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് പട്ടികജാതിക്കാരെക്കാളും ആദിവാസികളെക്കാളും പിന്നോക്കമാക്കി മാറ്റിയ ഈ ജനതയെ സമുദ്ധരിക്കുവാൻ വേണ്ടിയിട്ടുള്ള വ്യത്യസ്തങ്ങളായ ഇത് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് ഗുണകരമായി ഭവിക്കുന്നതാണോ അല്ല ദോഷകരമായി ഭവിക്കുന്നതാണോ? അതുപോലെ തന്നെ കാഷ്വാലിറ്റികൾ ഉണ്ടാകുന്ന പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്ന സന്ദർഭത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ എല്ലാവിങ്ങും IRW അടക്കം ഉള്ള സേവന സന്നദ്ധ വിഭാഗം ആ രംഗത്ത് പെട്ടുപോയ മനുഷ്യരെ മോചിപ്പിച്ചെടുത്ത് അവർക്ക് സംശുദ്ധമായ സ്വൈര്യമായ ജീവിതം ഉണ്ടാക്കി കൊടുക്കുവാൻ വേണ്ടി പണിപ്പെടുന്ന, രാജ്യത്ത് വർഗീയ കലാപങ്ങൾ ഉണ്ടാകാതിരിക്കുവാൻ വേണ്ടിയിട്ടുള്ള നിതാന്ത ജാഗ്രത എന്ന വണ്ണം മതസൗഹാർദ്ദം സാഹോദര്യം ഉണ്ടാക്കിയെടുക്കുവാൻ വേണ്ടിയിട്ടുള്ള നിരന്തര പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി. ഇത് ജമാഅത്തെ ഇസ്ലാമി ഉണ്ടാക്കിയ പരിപാടിയല്ല, ഖുർആൻ മുസ്ലിങ്ങളോട് കൽപ്പിക്കുന്ന പരിപാടിയാണ്. മുസ്ലിങ്ങൾ ഇത് ചെയ്താലല്ലാതെ അവർക്ക് സ്വർഗം കിട്ടില്ല എന്ന് പറഞ്ഞ പ്രവാചകനോട് തന്നെ പറയുന്നത് എന്താണ്? ഈ പണി താങ്കൾ ചെയ്തില്ല എങ്കിൽ ദൈവത്തിന്റെ ദൗത്യം, ദൈവികമായ ഉത്തരവാദിത്തം നിർവഹിക്കാത്തവനായി താങ്കൾ മാറും. പ്രവാചകൻ ഭയപ്പെട്ട കാര്യമാണത്. പണി ചെയ്യാതെ ഞാൻ പടച്ചാമ്പരാന്റെ മുമ്പിൽ എത്തപ്പെട്ടാൽ താൻ വിചാരണ ചെയ്യപ്പെടും എന്ന് ഖുർആൻ പറയുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇതാണ് ജമാഅത്തെ ഇസ്ലാമി. ഈ ജമാഅത്തെ ഇസ്ലാമിയെ പറ്റിയിട്ടാണ് ഈ CPM ഈ പറഞ്ഞ പ്രചാരണങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഒപ്പം സംഘപരിവാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സംഘപരിവാറുകളെ വിജയരാഘവൻ നേരത്തെ സൂചിപ്പിച്ചു. രണ്ടും ഒരേ പാറ്റേണിൽ ആരാണ് സഖാവ് ആരാണ് സംഘി എന്ന് വേർതിരിച്ച് മനസ്സിലാക്കാൻ കഴിയാത്ത വണ്ണം ഇവർ തമ്മിലുള്ള വിടവുകൾ കൂടി 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 വിടവുകൾ ഇല്ലാതായി ഇങ്ങനെ ലയിച്ച് ഇങ്ങനെയായി പോകുന്നു എന്ന ഭയമാണ് ഞങ്ങൾക്കുള്ളത്. അതുകൊണ്ട് രാഷ്ട്രീയമാണെങ്കിൽ രാഷ്ട്രീയമായ മാന്യമായി സംസാരിക്കുക. നിങ്ങൾ ഉന്നയിക്കുന്ന മതരാഷ്ട്രവാദത്തെ സംബന്ധിച്ച്, തീവ്രവാദത്തെ സംബന്ധിച്ച്, അതുപോലെ തന്നെ ഡിക്റ്റേറ്റർഷിപ്പിനെ സംബന്ധിച്ച്, സായിഫ ലൈനിനെ സംബന്ധിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. ആരാണ് ഈ രാജ്യത്തിന്റെ ഭാവിക്ക് അപകടകരമായ നിലപാട് ചരിത്രത്തിൽ സ്വീകരിച്ചത്, ഇപ്പോൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് എന്ത് ചെയ്യാം? സംവദിക്കാം. സഖാക്കളെ, നിങ്ങൾ അതിന് രംഗത്ത് വരിക. നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ നിങ്ങളുടെ പാർട്ടി അല്ലാതെ വേറൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. സർവശക്തനായ ദൈവം നമ്മുടെ നാടിനെ അനുഗ്രഹിക്കുമാറാകട്ടെ. കലുഷമായ ഈ വർഗീയ വിഷം പ്രചരിക്കുന്ന അന്തരീക്ഷത്തിൽ നിന്ന് രാജ്യത്തെ മോചിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളിൽ നിങ്ങൾ ഞങ്ങളോടൊപ്പം കൂടുക. നിങ്ങൾ ആ ശ്രമത്തിലുണ്ടെങ്കിൽ ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ട്. UDFന് കൊടുക്കുന്ന പിന്തുണ ആജീവനാന്ത പിന്തുണയല്ല. നിങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്കും പിന്തുണ കിട്ടും. ഇപ്പോഴും പിന്തുണ കിട്ടി. ഇവിടത്തെ വാർഡ് ഭരിച്ചുകൊണ്ടിരിക്കുന്ന കൗൺസിലറെ സാക്ഷി നിർത്തിക്കൊണ്ട് പ്രഖ്യാപിച്ചുകൊണ്ട് സർവശക്തനായ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ 1000 അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വാഹു താഴ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.